സ്തോത്രം. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് വീണ്ടും ദൈവവചനവുമായി ആയിരിക്കാൻ ദൈവം നമുക്ക് തരുന്ന ദൈവത്തിന്റെ വലിയ കൃപകൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മൾ എഫേസ്യ ലേഖനം പഠിച്ചുകൊണ്ടിരിക്കുന്നു. അവസാന അധ്യായത്തിലേക്കാണ് നമ്മളിന്ന് കടക്കുവാനായിട്ട് പോകുന്നത്. 5-ാമത്തെ അധ്യായം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കംപ്ലീറ്റ് ചെയ്യുവാനായിട്ട് ദൈവം കൃപ തന്നു. 6-ാമത്തെ അധ്യായത്തിലേക്ക് നമുക്ക് കടക്കാം. 6-ാമത്തെ അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ ഞാൻ വായിക്കാം. 1, 2, 3 വാക്യങ്ങൾ വായിക്കാം. മക്കളെ, നിങ്ങളുടെ അമ്മേപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിൻ, അത് ന്യായമല്ലോ. നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസോടെ ഇരിപ്പാനും നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്ക എന്നത് വാഗ്ദത്തത്തോടു കൂടിയ ആദ്യ കൽപ്പന ആകുന്നു. നമ്മൾ 5:18 മുതൽ പറഞ്ഞു വന്നത് ആത്മാവിനാൽ നിറയപ്പെട്ടവർ എങ്ങനെയായിരിക്കണം, അല്ലെ? അന്യോന്യം കീഴ്പ്പെട്ടിരിക്കുന്നു. അത് ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കുന്നു എന്നാണ് നമ്മൾ പഠിച്ചു വന്നത്. അപ്പൊ ആത്മാവിനാൽ നിറഞ്ഞവരുടെ ആ സവിശേഷതകൾ അത് നമ്മൾ ആയിരിക്കുന്ന ഏത് സ്ഥലത്തും, കുടുംബത്തിലാണെങ്കിലും തൊഴിൽ കാര്യങ്ങളിലാണെങ്കിലും സഭയിലാണെങ്കിലും, അങ്ങനെ നാം ദൈവത്തിന്റെ മക്കളായിരിക്കുമ്പോൾ നാം ആയിരിക്കുന്ന അവസ്ഥയിൽ ആ അധികാരസ്ഥന്മാർക്ക് നമ്മെ ഏർപ്പെട്ടിരിക്കുന്ന സ്ഥലങ്ങളിൽ നാം കീഴ്പ്പെട്ടിരിക്കണം. എങ്ങനെ കീഴ്പ്പെട്ടിരിക്കണം? ക്രിസ്തുവിന്റെ ഭയത്തിൽ നാം കീഴ്പ്പെട്ടിരിക്കണം എന്നാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചത് ഭർത്താവും ഭാര്യയും ഒരു കുടുംബത്തിൽ എങ്ങനെയായിരിക്കണം, ആത്മാവിൽ നിറഞ്ഞ ഭർത്താവും ഭാര്യയും എങ്ങനെയായിരിക്കണം. ഭാര്യ ഭർത്താവിന് കർത്താവിന് ഉചിതമാവണ്ണം കർത്താവിന് എന്ന പോലെ കീഴ്പ്പെട്ടിരിക്കണം. അതുപോലെ തന്നെ ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണം. എങ്ങനെയാ? എക്സാമ്പിള്, ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണം. നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്ക് ഇന്നത്തെ കോണ്ടെക്സ്റ്റിലേക്ക്, നമ്മുടെ ഇന്നത്തെ വേദഭാഗത്തിലേക്ക് നമുക്ക് കടക്കാം. അപ്പൊ ഇവിടെ പറയുന്നത് ആത്മാവ് നിറഞ്ഞ കുടുംബത്തിലെ കാര്യം തന്നെ നമ്മളെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആത്മാവ് നിറഞ്ഞ മക്കൾ അമ്മേപ്പന്മാർക്ക് കീഴടങ്ങിയിരിക്കണം. മക്കളെ, നിങ്ങളുടെ അമ്മേപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിൻ, അത് ന്യായമല്ലോ. മക്കൾ അനുസരിക്കുക ആക്കി വെച്ചിരിക്കുന്ന സ്ഥാനത്ത് ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവരാണെങ്കിലും അമ്മേപ്പന്മാരെ കർത്താവിൽ അനുസരിക്കുക എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു ദൈവദാസൻ ഇങ്ങനെയാണ് പറഞ്ഞത്, മാതാപിതാക്കളെ അനുസരിക്കുക എന്ന് പറയുവാൻ എളുപ്പമാണ്, അത് ശരിയുമാണ്. പക്ഷേ അത് ദൈവത്തിന്റെ കൽപ്പനയാണ്, നാം അനുസരിക്കണം. പക്ഷേ അത് മാതാപിതാക്കളും അക്കാര്യത്തിൽ അതിനോട് ബന്ധപ്പെട്ടിരിക്കുന്നു. കാരണം മക്കളെ അനുസരിപ്പിക്കേണ്ട കാര്യത്തിൽ നാം ആദ്യം മക്കളെ അനുസരണം പഠിപ്പിക്കേണ്ടത് മാതാപിതാക്കളാണ്, അല്ലേ? അപ്പൊ അനുസരണം മക്കളെ പഠിപ്പിക്കുന്നത് പഠിപ്പിക്കുന്നത് കർത്താവിനെ എങ്ങനെ അനുസരിക്കണമെന്ന് അവരെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് അവരെ അനുസരണക്കേട് പഠിപ്പിക്കേണ്ട കാര്യമില്ല, അല്ലേ? അത് അവരിൽ എന്താ പറഞ്ഞ സ്വതവേ ഉള്ളതാണ്. ആദമിക സ്വഭാവം, ആഡമിക് നേച്ചർ എല്ലാവരിലും ഉള്ളതാണ്. അതുകൊണ്ട് പിള്ളേരൊക്കെ വേണ്ട വേണ്ട എന്ന് പറയുന്ന കാര്യങ്ങളല്ല ചെയ്യത്തുള്ളൂ. അവരോട് പറയുന്ന കാര്യങ്ങൾ ചെയ്യത്തില്ല. ആദ്യം പറയുന്ന വാക്ക് നോ എന്നാ, അല്ലേ? ഇപ്പൊ കുഞ്ഞുങ്ങളെല്ലാം പറയുന്നത്, അവർക്ക് അനുസരണം കേട് അവരെ പഠിപ്പിക്കേണ്ട കാര്യമില്ല, കാരണം അവരിലെല്ലാം ഉണ്ട്. പക്ഷെ അനുസരണം പഠിപ്പിക്കുക എന്നുള്ളത് മക്കൾ മാതാപിതാക്കളെ അനുസരിക്കുക എന്നുള്ളത് വലിയ ഈസി ആയിട്ടുള്ള കാര്യമാണെങ്കിലും അനുസരണം പഠിപ്പിക്കുക എന്നുള്ളത് വലിയൊരു ശ്രമകരമായ കാര്യമാണ്. അത് കുടുംബത്തിൽ തന്നെ ആരംഭിക്കണം. അപ്പൊ മാതാപിതാക്കളെ ഇവിടെ പറഞ്ഞ മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിനെന്ന് പറയുമ്പോൾ അനുസരണം ആദ്യം അവരെ പഠിപ്പിക്കണം. ഇപ്പോഴത്തെ സമയത്തൊക്കെ കുടുംബത്തിൽ മക്കളെ അനുസരണം പഠിപ്പിക്കുന്ന ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാരണം മക്കൾ വിഷമിക്കുന്ന ഇഷ്ടമല്ല, അല്ലേ? മക്കളെ അടി കൊടുക്കരുത്, മക്കളെ വഴക്ക് പറയരുത്, അവർ വിഷമിക്കും, അവരെന്തെങ്കിലും കാണിക്കും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പക്ഷെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെയല്ല. മക്കളെ പത്യോപദേശത്തിലും, അല്ലെ, ബാലശിക്ഷയിലും വളർത്തണമെന്നാ വചനം മുഴുവനായിട്ട് നമ്മളോട് പറയുന്നത്. അപ്പം മക്കളെ അനുസരണം പഠിപ്പിക്കുക എന്നുള്ളത്
ഇപ്പം നമ്മൾ വയസ്സായി കഴിഞ്ഞിട്ട് യൗവനക്കാരായ വലിയവരോട് മാതാപിതാക്കളെ അനുസരിക്കാൻ പറഞ്ഞാൽ അവര് കേൾക്കത്തൊന്നുമില്ല. പക്ഷെ അവരെ ആദ്യം ചൊട്ടയിലെ ശീലം ചുടലവരെ എന്ന് പറയത്തില്ലേ, ആദ്യമേ അവരെ അനുസരിപ്പിക്കുക എന്നുള്ളത് മാതാപിതാക്കളുടെ കടമയാണ്. നമുക്ക് വചനത്തിലൂടെ ഒന്ന് പോകാം. സദൃശവാക്യങ്ങൾ 29, 15, 17 വാക്യങ്ങൾ ശ്രദ്ധിച്ച് കേട്ടിരുന്നാൽ മതി. വടിയും ശാസനയും ജ്ഞാനത്തെ നൽകുന്നു, തന്നിഷ്ടത്തിനു വിട്ടിരിക്കുന്ന ബാലനോ അമ്മയ്ക്ക് ലജ്ജ വരുത്തുന്നു. നിന്റെ മകനെ ശിക്ഷിക്ക, അവൻ നിനക്ക് ആശ്വാസമായി തീരും, അവൻ നിന്റെ മനസ്സിന് പ്രമോദം വരുത്തും. അപ്പം വടി ഉപയോഗിച്ച് കുഞ്ഞുങ്ങളെ തല്ലിയില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? അവസാനം ലജ്ജയ്ക്ക് കാരണമായി തീരും. സദൃശവാക്യങ്ങൾ 13:24 വടി ഉപയോഗിക്കാത്തവൻ തൻ്റെ മകനെ പകയ്ക്കുന്നു, അവനെ സ്നേഹിക്കുന്നവനോ ചെറുപ്പത്തിലെ അവനെ ശിക്ഷിക്കുന്നു. ഒരു പ്രായമായി കഴിഞ്ഞാൽ പിള്ളേരെ അടിച്ചാലൊന്നും പ്രയോജനമില്ല. ചെറുപ്പത്തിലെ അടിക്കേണ്ട സമയത്ത് അടിക്കുക. കുഞ്ഞു പിള്ളേരെ എല്ലാവരും അടിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം 1, 2, 3 വയസ്സൊക്കെ പിള്ളേരെയൊക്കെ അടിക്കാൻ അറിയോ, അത് കരയത്തില്ലേന്ന്. പക്ഷെ അല്ല, ആ സമയത്തിലാണ് കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് വളർത്തേണ്ടത്. അത് നമ്മുടെ എല്ലാം കുഞ്ഞുങ്ങൾ പ്രായമുള്ളവരാണ്. പക്ഷേ കൊച്ചുമക്കൾ ഉണ്ടാകുമ്പോൾ അവരെ അങ്ങനെ ശീലിപ്പിക്കണം. ഒന്നുകൂടെ വായിക്കാം. വടി ഉപയോഗിക്കാത്തവൻ തൻ്റെ മകനെ പകയ്ക്കുന്നു, അവനെ സ്നേഹിക്കുന്നവനോ ചെറുപ്പത്തിലെ അവനെ ശിക്ഷിക്കുന്നു. നമ്മൾ നാട്ടിലൊക്കെ ഇങ്ങനെ പറയുന്ന കേട്ടില്ലേ, വാഴയൊക്കെ കൊലച്ചു കഴിഞ്ഞാൽ കൊലയായി കഴിഞ്ഞിട്ട് വളവിട്ടിട്ട് കാര്യമൊന്നുമില്ല അല്ലേ. ഇപ്പൊ ചെറുതിലെ വളവിട്ടാലേ അത് കൊലയ്ക്കുമ്പോൾ നല്ല കൊല ഉണ്ടാകത്തുള്ളൂ. ഓക്കെ. സദൃശവാക്യങ്ങൾ 22:6 ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്ക, അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. നമുക്കറിയാം, ക്രിസ്ത്യാനികളുടെ മക്കൾ തന്നെയല്ല എല്ലാ മക്കളും. ക്രിസ്ത്യാനികളുടെ മക്കളെക്കാൾ അപ്പനെയും അമ്മയും അനുസരിക്കുന്നതും അപ്പനെയും അമ്മയും നോക്കുന്നതും മറ്റ് സമുദായത്തിലുള്ള മക്കൾ തന്നെയാണ്. കാരണം കൊച്ചിലെ അവരെ പഠിപ്പിക്കുന്നതനുസരിച്ചായിരിക്കും അവര് ജീവിക്കുന്നത്. അപ്പോൾ അനുസരണം പഠിപ്പിക്കുക എന്നുള്ളത് മാതാപിതാക്കളുടെ ചുമതലയാണ്. അങ്ങനെയുള്ള മക്കൾ മാതാപിതാക്കൾ അനുസരണം പഠിപ്പിക്കുന്നതിലൂടെ കർത്താവിനെ അനുസരിക്കേണ്ടത് എങ്ങനെയെന്നും മാതാപിതാക്കളെ അനുസരിക്കണം നമ്മൾ പഠിക്കുകയും അവർ വളർന്നു വരുമ്പോൾ മാതാപിതാക്കളെ അനുസരിക്കുകയും ചെയ്തതാണ് നമ്മളിവിടെ പഠിച്ചത്. അപ്പം ഇനി ഈ വാക്യത്തിലോട്ട് നമ്മൾ കടന്നു കഴിഞ്ഞാൽ ആദ്യത്തെ 2 വാക്യങ്ങൾ മാതാപിതാക്കളെ അനുസരിക്കേണ്ടതിൻ്റെ 4 കാരണങ്ങളാണ് ഇവിടെ പറയുന്നത്. ആദ്യത്തെ വാക്കിൽ പറയുന്നുണ്ട് അത് ന്യായമല്ലോ എന്നാ പറയുന്നത് അല്ലേ. ദിസ് ഈസ് റൈറ്റ്. എന്തുവാ, വചനം അങ്ങനെ പറയുന്നു, അതുകൊണ്ട് അത് അനുസരിക്കുക, അത് കർത്താവിൽ അനുസരിക്കുക എന്നത് മക്കൾക്ക് ന്യായമാണ്. അതിൻ്റെ അപ്പുറത്തായിട്ട് ഒന്നും ഇല്ല. അതുകൊണ്ട് മാതാപിതാക്കളെ അനുസരിക്കുക, അത് കുടുംബത്തിന്റെ ഘടനയുടെ ഭാഗമാണ്. ഭാര്യയും ഭർത്താവും ക്രിസ്തുവിനെ കീഴടങ്ങിയിരിക്കുകയും അന്യോന്യം കീഴടങ്ങിയിരിക്കുകയും ചെയ്യുന്നവരും അവരുടെ മക്കൾ മാതാപിതാക്കൾക്ക് കർത്താവിന് കീഴടങ്ങിയിരിക്കുകയും അതുപോലെ മാതാപിതാക്കൾക്ക് കീഴടങ്ങിയിരിക്കുകയും ചെയ്യുക എന്നത് ന്യായമാണ്. അത് ക്രിസ്തീയ കുടുംബത്തിന്റെ ഘടനയാണ് എന്നാണ് ഇവിടെ വചനം പറയുന്നത്. ഇനി രണ്ടാമതായിട്ട് 4 കാരണങ്ങൾ എന്നാ പറഞ്ഞത്. രണ്ടാമതായിട്ട് അത് വേദപുസ്തകത്തിന്റെ കൽപ്പനയാണ്. നമുക്കറിയാം, ഈ 10 കൽപ്പനകൾ ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തപ്പോൾ അതിനകത്ത് മാതാപിതാക്കളെ അനുസരിക്കുക എന്നുള്ളത് ഒരു കൽപ്പന ആയിരുന്നു. ആവർത്തന പുസ്തകം 5:16 നിനക്ക് നന്മയുണ്ടാകുവാനും നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് നിനക്ക് നന്നായിരിക്കാനും നിന്റെ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിച്ചതുപോലെ നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക. അപ്പോൾ അത് ഒരു ദൈവത്തിന്റെ കൽപ്പനയാണ് മാതാപിതാക്കളെ അനുസരിക്കുക എന്നുള്ളത്. അപ്പൊ ഈ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് മാത്രം പറഞ്ഞിട്ടുള്ള കാര്യമല്ല മാതാപിതാക്കളെ അനുസരിക്കുക എന്നുള്ള. ഏത് പ്രായത്തിലുള്ളവരാണേലും നമ്മളുടെ മാതാപിതാക്കൾ വയസ്സായാലും പ്രായമായി പോയാലും അവരെ അനുസരിക്കുക എന്നുള്ളത് മക്കളാകുന്ന നമ്മൾ ഒരിക്കലും മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്ന കാലത്തോളം നമ്മൾ ഒരിക്കലും മക്കളല്ലാതെ ആവുന്നില്ല. നമുക്ക് 60 വയസ്സായാലും 60 വയസ്സാണെങ്കിൽ എത്ര വയസ്സാണെങ്കിലും മാതാപിതാക്കൾ ജീവിക്കണമെങ്കിൽ നമ്മളിപ്പോഴും മക്കളാണ്. അപ്പോൾ പ്രായമായ മാതാപിതാക്കളെയും അനുസരിക്കുക എന്നുള്ളത് മക്കളുടെ കടമയാണ്. ഇനി മൂന്നാമതായിട്ട് അത് അവർക്ക് നന്മയുണ്ടാകുവാൻ കാരണമാകുന്നു. നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസോടെ ഇരിപ്പാനും. അപ്പം മക്കൾ അനുസരിക്കുന്ന മക്കൾക്ക്
കർത്താവിൽ നിന്ന് നന്മയുണ്ടാകും, അതുപോലെ തന്നെ ഭൂമിയിലും നന്മയുണ്ടാകും. നമുക്കറിയാം, അനുസരിക്കാത്ത മക്കൾക്ക് അപ്പനും അമ്മയും ഒന്നും കൊടുക്കാറില്ല അല്ലേ? ആ വിധത്തിലുള്ള നന്മയും ഉണ്ടാകും, കർത്താവിൽ നിന്ന് നന്മയുണ്ടാകും. നമ്മൾ മക്കൾ അനുസരിക്കുകയാണെങ്കിൽ അവർക്ക് വേണ്ടുന്ന ആഹാരം, വസ്ത്രം, വിദ്യാഭ്യാസം എല്ലാം തക്ക സമയത്ത് കൊടുക്കല്ലേ. ആ വിധത്തിൽ നന്മയുണ്ടാകും, കർത്താവിൽ നിന്നും നന്മ ഉണ്ടാകും, ആത്മീകമായ നന്മയും ഉണ്ടാകും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, നിനക്ക് നന്മയുണ്ടാകും. ഇനി നാലാമതായിട്ട്, അവർക്ക് ദീർഘായുസ് ഉണ്ടാകുവാൻ കാരണമാകുന്നു. നമ്മൾ ആവർത്തന പുസ്തകം വായിച്ചില്ല, നിനക്ക് ദീർഘായുസ് ഉണ്ടാകുവാനും നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് നീ നന്നായിരിക്കാനും നിന്റെ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിച്ചതുപോലെ നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്ന് പറയും. അപ്പം ആ, നമ്മള് ദീർഘായുസ് ഉണ്ടാകും എന്നൊക്കെ പറയുമ്പോഴേ, ഇക്കാലത്ത് അത് അത്രയൊന്നും ബാധകമല്ല. കാരണം കുഞ്ഞിലെ മക്കൾ മരിക്കുന്നവരുണ്ടല്ലേ, നല്ല മക്കൾ മരിക്കുന്നവരുണ്ട്, മാതാപിതാക്കളെ അനുസരിക്കുന്നവർ മതിക്കുന്നുണ്ട്. പക്ഷെ എങ്കിലും ജനറലായിട്ട് പറയുമ്പോൾ മാതാപിതാക്കളെ അനുസരിക്കുന്ന മക്കൾക്ക് നന്മയുണ്ടാകുകയും അതുപോലെ ദീർഘായുസ് ഉണ്ടാകുകയും ചെയ്യും എന്നുള്ളത് വാസ്തവമാണ്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിയ, മാതാപിതാക്കളെ അനുസരിക്കാത്ത മക്കൾ, താന്തോന്നിയായി നടക്കുന്ന മക്കൾ എന്തെങ്കിലുമൊക്കെ ആപത്തിലൊക്കെ അകപ്പെട്ട് പെട്ടെന്ന് മരിക്കുവാനായിട്ട് ഇടയായി തീരും അല്ലെ. അപ്പൊ ആ മാതാപിതാക്കളെ അനുസരിച്ച് കർത്താവിന്റെ ഭയത്തിൽ നടക്കുന്ന മക്കൾ ദീർഘായുസ് ഉണ്ടാവും, വേദപുസ്തകമാണ് പറയുന്നത്. പക്ഷെ അല്ലാതെയും സംഭവിക്കാറുണ്ട്. പക്ഷെ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ ദീർഘായുസ് ഉണ്ടാകും എന്നുള്ളത് ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്ന കാര്യം. അപ്പൊ ആ ഒരു പോരിന്റെയും അക്രമത്തിന്റെയും ജീവിതം കഴിക്കുകയാണെങ്കിൽ ചിലപ്പം പ്രായപൂർത്തിയാവുന്നതിന് മുമ്പേ മരിക്കുന്ന സാഹചര്യങ്ങളും അനവധി നമ്മുടെ സാഹചര്യങ്ങളിൽ ഉണ്ട്. അപ്പൊ അവിടെ 4 കാര്യങ്ങളാ പറഞ്ഞ, അത് ന്യായമാണ്, അത് കർത്താവിലാണ് അനുസരിക്കുന്നത്. രണ്ടാമത് അത് വേദപുസ്തകത്തിന്റെ കർത്താവിന്റെ കൽപ്പനയാണ്. മൂന്നാമത് അവർക്ക് നന്മയുണ്ടാകാൻ കാരണമായി തീരുന്നു. നാലാമത് അവർക്ക് ദീർഘായുസ് ഉണ്ടാകുവാൻ കാരണമായി തീരുന്നു. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് കർത്താവിൽ അനുസരിക്കുക എന്നാണ്. അപ്പം കർത്താവിൽ വിശ്വസിക്കുന്നവരോടാണ് പൗലോസ് സംസാരിക്കുന്നത്. കർത്താവിൽ അനുസരിക്കുക എന്ന് പറയുമ്പോൾ കർത്താവിനെ ആദ്യം അനുസരിക്കുക എന്നാണ് അർത്ഥം. നമുക്കറിയാം, നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരുടെ ബന്ധത്തിലും പറയുമ്പോൾ ആദ്യം കർത്താവിന് കീഴടങ്ങിയിരിക്കുന്ന ഭർത്താവും ആ ഭർത്താവിന് കീഴടങ്ങിയിരിക്കുന്ന ഭാര്യയും എന്നല്ലേ പറഞ്ഞു. അപ്പൊ അത് കർത്താവിനെ അനുസരിക്കുക ആദ്യം, അങ്ങനെയാണ് കർത്താവിനെ അനുസരിക്കുക എന്നതാണ് അതിന്റെ അർത്ഥം. അപ്പം കർത്താവിനെ അനുസരിക്കുന്നു എന്ന രീതിയിലായിരിക്കും മാതാപിതാക്കളെ മക്കൾ അനുസരിക്കുക എന്നുള്ളത്. അപ്പൊ മാതാപിതാക്കളെ അനുസരിക്കാത്ത മക്കൾ കർത്താവിനെ അനുസരിക്കുന്നില്ല എന്നാണ് അതിന്റെ അർത്ഥം. എല്ലാം ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞതുപോലെ ദൈവവചനത്തിന് വിപരീതമായ കാര്യങ്ങളാണ് മാതാപിതാക്കൾ പറയുന്നതെങ്കിൽ അനുസരിക്കാൻ ബാധ്യത അല്ല. സകലവും ദൈവമായിരിക്കണം. മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക. കർത്താവിന്റെ ദൈവത്തെക്കാൾ മനുഷ്യരെ പ്രസാദിപ്പിക്കേണ്ട ഒരു കാര്യവുമില്ല. മുമ്പ് ദൈവമായിരിക്കണം. എന്തെങ്കിലും മക്കൾ അമ്മയപ്പന്മാർ ദൈവവചനത്തിന് വിപരീതമായി മക്കളോട് പറഞ്ഞ് അനുസരിക്കാൻ അവർ ബാധ്യസ്ഥരല്ല. അല്ലാതെ എല്ലാ കാര്യത്തിലും അവർ അനുസരിക്കണം. അതുപോലെ തന്നെ മാതാപിതാക്കളെ അനുസരിക്കുക എന്നുള്ളത് കർത്താവിനെ അനുസരിക്കുന്നതിന് തുല്യമാണ്. അപ്പം ഏത് ഏജുള്ള മക്കളാണേലും മാതാപിതാക്കളെ അനുസരിക്കുക എന്നുള്ളതാണ് ദൈവത്തിന്റെ കൽപ്പന. ഇനി നമുക്ക് അടുത്ത വാക്യത്തിലേക്ക് പോകാം. പിതാക്കന്മാരെ, നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിന്റെ ബാലശിക്ഷയിലും പത്യോപദേശത്തിലും പോറ്റി വളർത്തുവിൻ. ഇവിടെ പിതാക്കന്മാരെ എന്നുള്ളത് മെയിൽ പേരന്റിനെയാണ് സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നു. എങ്കിലും നമ്മൾ 1ഉം 2ഉം വാക്യം കാണുമ്പോൾ മാതാപിതാക്കളെ എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് രണ്ടുപേരെയും കൂടെ ഉൾപ്പെടുത്താണ് പറഞ്ഞിരിക്കുന്നത്. ജനറലായിട്ട് പറഞ്ഞിരിക്കുന്നു പിതാക്കന്മാരെ എന്ന് പറഞ്ഞിരിക്കുന്നു. അതിൽ മാതാവിനെയും പിതാവിനെയും ഉൾപ്പെടുത്തിയാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പറയുന്ന നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ, ഇംഗ്ലീഷ് പറഞ്ഞു വരുമ്പം പ്രൊവോക്ക് എന്നാണ്. അപ്പം നമുക്ക് ആ പ്രായം കൂടെ നമുക്കിടാം, പ്രകോപിപ്പിക്കാതെ എന്നാണ് നമുക്ക് മലയാളത്തിൽ വായിക്കുവാനായിട്ട് കഴിയുന്നത്. പിതാക്കന്മാരെ, നിങ്ങളുടെ മക്കളെ പ്രകോപിപ്പിക്കാതെ, അല്ലെ?
കർത്താവിന്റെ ബാലശിക്ഷയിലും പത്യോപദേശത്തിലും പോറ്റി വളർത്തുക. അപ്പം അവരെ ഒരു വിധത്തിലും പ്രൊവോക്ക് ചെയ്യുന്ന, കോപിപ്പിക്കുകയും പ്രകോപിപ്പിക്കുകയും തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട് അവരെ കോപിപ്പിക്കുന്നതിനാ പ്രകോപിപ്പിക്കുക എന്ന് പറയുന്നല്ലേ. അപ്പം പ്രകോപിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ ചെയ്യരുത്. മക്കളോട് കരുണയില്ലാതെയോ അവരെ മനസ്സിലാക്കാത്ത രീതിയിലോ ക്രൂരതയായ രീതിയിലോ അവരോട്, അല്ലെ നീതി ഇല്ലാതെയോ അവരോട് പെരുമാറരുത് എന്നാണ് അർത്ഥം അവിടെ പ്രകോപിപ്പിക്കരുത് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഇടപാടുകൾ അല്ലെ ഇടപെടലുകൾ അവരെ റിബല്യസ് ആക്കാനായിട്ട് ഇടയായി തീരും. അന്നത്തെ കാലത്ത് ജാതിയിലായിരുന്നെങ്കിലും അതുപോലെ തന്നെ യഹൂദന്മാരുടെ ഇടയിലായിരുന്നെങ്കിലും ചില പിതാക്കന്മാർ മക്കളെ വളരെ കഠിനമായി ശിക്ഷിച്ചിരുന്ന ഒരവസ്ഥയുണ്ട്. നമുക്ക് സ്വാഭാവികമായിട്ട് അവർക്ക് കിട്ടാനുള്ള ആനുകൂല്യങ്ങൾ പോലും ചെയ്യാതിരിക്കുന്ന ഒരവസ്ഥയിലായിരുന്നു അങ്ങനെയുള്ളത്. അവർക്ക് മതിയായ സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥയിലായിരുന്നു. നമുക്കറിയാം ചില സമൂഹങ്ങളിലൊക്കെ അങ്ങനെയാ, മക്കളെ അങ്ങനെ കഠിനമായി ശിക്ഷിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെയുള്ളൊരു സാഹചര്യം അവിടെ നിലനിന്നിരുന്നു. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പ്രത്യേകിച്ച് എടുത്തു പറയുന്ന മാതാപിതാക്കന്മാരെ, നിങ്ങളുടെ മക്കളെ പ്രകോപിപ്പിക്കരുത്. അവരെ അങ്ങനെ ശാഠ്യത്തിലും അവരെ അങ്ങനെ കർക്കശമായ രീതിയിലും അല്ല വളർത്തണ്ടേ. എങ്ങനെയാണ്? പത്യോപദേശത്തിലാണ്, കർത്താവിന്റെ ബാലശിക്ഷയിലും പത്യോപദേശത്തിലുമാണ് അവരെ പോറ്റി വളർത്തുന്നത്. അവരെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ അവരെ ശിക്ഷിക്കരുത്. പിന്നെയോ കർത്താവിന്റെ ബാലശിക്ഷയിലും പത്യോപദേശത്തിലും പോറ്റി വളർത്തുകയാണ് വേണം. എന്ന് പറഞ്ഞാൽ മക്കളെ ശിക്ഷിക്കണം, പക്ഷേ അത് അവരെ സ്നേഹത്തിലായിരിക്കണം. ഒരു ചിന്തകൻ ഇങ്ങനെയാണ് പറഞ്ഞത്, മക്കളെ ശിക്ഷിക്കുന്നതിന് മുമ്പ് തന്നെ മാതാപിതാക്കൾ തന്നെത്താൻ കൺട്രോൾ ആയിരിക്കണം. കാരണം നമുക്കറിയാമല്ലോ, നമ്മൾ എന്തെങ്കിലുമൊക്കെ ദേഷ്യം വരുമ്പം പെട്ടെന്നുള്ള ദേഷ്യത്തിന് പിള്ളേരോട് ദേഷ്യപ്പെടും അല്ലേ? അങ്ങനെ ആകരുത്. നമ്മുടെ കോപത്തെ തന്നെ കൺട്രോൾ ചെയ്തിട്ട് വേണം മക്കളെ സ്നേഹത്തോടെ ശിക്ഷിക്കണം എന്ന് പറഞ്ഞത്. ചില സമയത്ത് നമുക്ക് പോലും അറിയത്തില്ലായിരിക്കും നമ്മൾ എന്തിനാ പിള്ളേരെ വഴക്ക് പറയുന്നതെന്നല്ലേ. നമ്മുടെ കോപം എല്ലാം കൂടെ അവരുടെ മേലാക്കിയത്. അങ്ങനെയല്ല, സ്നേഹത്തോടെ കുഞ്ഞുങ്ങളെ ശിക്ഷിക്കണം എന്നാണ് പറയുന്നത്. അവരെ എന്തിനാണ് ശിക്ഷിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാകണം. നമുക്ക് ഈ എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ ചില ഭാഗങ്ങളൊന്ന് വായിച്ചു പോകാം. നമുക്ക് എല്ലാവർക്കും അറിയാം, അത് സദൃശ്യവാക്യങ്ങളിൽ നിന്ന് അപ്പോസ്തലൻ കടമെടുത്തിരിക്കുന്നതാണ്, കോട്ട് ചെയ്തിരിക്കുന്നതാണ്. എബ്രായർ 12:5 മുതലുള്ള വാക്യങ്ങൾ. മകനെ, കർത്താവിന്റെ ശിക്ഷ നിരസിക്കരുത്. അവൻ ശാസിക്കുമ്പോൾ മൂഷികയും അരുത്. കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു എന്നിങ്ങനെ മക്കളോട് എന്ന പോലെ നിങ്ങളോട് സമ്പാദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞു. ഇത് കർത്താവും ദൈവമക്കളും തമ്മിൽ, അല്ലെങ്കിൽ മക്കളും തമ്മിലുള്ള ഇതാണെങ്കിലും അത് നമ്മുടെ ഭൗമികമായ കാര്യങ്ങളും മാതാപിതാക്കളും കുഞ്ഞുങ്ങളുമുള്ള ബന്ധത്തിൽ ഇത് ആപ്ലിക്കബിൾ ആണ്. ഇവിടെ പറയുന്നത്, കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു. അപ്പൊ മക്കളെ സ്നേഹിക്കുന്ന മാതാപിതാക്കൾ മക്കളെ ശിക്ഷിക്കുന്നു. നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോടെന്ന പോലെ നിങ്ങളോട് പെരുമാറുന്നു. അപ്പൻ ശിക്ഷിക്കാത്ത മകൻ ഏതുള്ളൂ? നമ്മളുടെ കുഞ്ഞുങ്ങൾ തെറ്റ് ചെയ്താൽ നാം ശിക്ഷിക്കും. പക്ഷെ അയലത്തെ കുഞ്ഞുങ്ങൾ തെറ്റ് ചെയ്താൽ നാം അത് കണ്ടിട്ട് അത് പറയത്തേ ഉള്ളൂ അല്ലേ. നമ്മൾ ശിക്ഷിക്കാനൊക്കെ ഇല്ല. കാരണം അവര് നമ്മളുടെ മക്കളല്ല. നമ്മുടെ മക്കളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് അവരെ ശിക്ഷിക്കുന്നത്. നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോട് എന്ന പോലെ നിങ്ങളോട് പെരുമാറുന്നു. അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ? എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതെ ഇരിക്കുന്നു എങ്കിൽ നിങ്ങൾ മക്കളല്ല, കൗലടയന്മാരത്രേ. കൗലടയന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജാരസന്തതികൾ എന്നാണ് അർത്ഥം. നമ്മൾ മക്കളെ ശിക്ഷിച്ചില്ലെങ്കിൽ അവര് അങ്ങനെയുള്ളവരായി പോകും എന്നാണ്. നമ്മുടെ ജഡസംബന്ധമായ പിതാക്കന്മാർ നമ്മെ ശിക്ഷിച്ചപ്പോൾ നാം അവരെ വണങ്ങിപ്പോല്ല. ആത്മാക്കളുടെ പിതാവിന് ഏറ്റവും അധികമായി ജീവിക്കേണ്ടതല്ലയോ? 11-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, ഏത് ശിക്ഷയും തൽക്കാലം സന്തോഷകരമല്ല, ദുഃഖകരമത്രേ എന്ന് തോന്നും. പിന്നത്തേതിലും അതിനാൽ അഭ്യാസം വന്നവർക്ക് നീതി എന്ന സമാധാന ഫലം ലഭിക്കും. അപ്പം മക്കളെ ശിക്ഷിക്കണം എന്നുള്ളത് ദൈവത്തിന്റെ കൽപ്പനയാണ്. ശിക്ഷിക്കാത്ത മകൻ അനുസരണം കെട്ട് ജാരസന്തതി പോലെ ആയി തീരും. അപ്പൊ ഇവിടെ പറയുന്നു, ബാലശിക്ഷയിലും പത്യോപദേശത്തിലും പോറ്റി വളർത്തുക.
ബാലശിക്ഷ എന്നത് പറയുന്ന അച്ചടക്കവും ശിക്ഷണവുമാണ്. പത്യോപദേശം എന്ന് പറയുന്നത് മുന്നറിയിപ്പ്, വാണിങ്, ശാസന, ശകാരം എന്നിവയാണ്. മക്കളെ സ്നേഹിക്കുന്നത് പോലെ തന്നെ അവരെ ശകാരിക്കുകയും ബാലശിക്ഷ കൊടുക്കുകയും ചെയ്യുക എന്നുള്ളത് ക്രിസ്തീയ മാതാപിതാക്കളുടെ എല്ലാം ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് മക്കളെ സ്നേഹിക്കണം. വഴക്കു പറയാത്ത മക്കളെല്ലാം അവസാനം മാതാപിതാക്കളെ അനുസരിക്കാതെ വരും. ഓക്കെ. അവരെ ശിക്ഷിക്കുന്നത് കർത്താവിലായിരിക്കണം. കാരണം ദൈവം അവരെ നമ്മുടെ കയ്യിലാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ചിലവർ പറയും എൻ്റെ മക്കളെ ഒന്ന് ഉപദേശിക്കാൻ ആരോടെങ്കിലും പറയും. ഇല്ല, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം നമ്മൾ വളർത്തേണ്ട സമയത്ത്, അവരെ ഉപദേശിക്കേണ്ട സമയത്ത് ഉപദേശിച്ചില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഒരു ഇങ്ങനെ മെസ്സേജ് കേട്ടവൻ പറയുമായിരുന്നു, ഒരു ദേവദാസൻ പറഞ്ഞതാണ്, ഒരു മാതാവും പിതാവും കൂടെ ഒരു മകനെ, 10-18 വയസ്സായ ഒരു മകനെ അദ്ദേഹത്തിന്റെ അടുത്ത് കൊണ്ടുചെന്നു. അപ്പം ദേവദാസൻ ചോദിച്ചു, നിങ്ങൾ എവിടെയൊക്കെ പോയിട്ടാണ് വരുന്നത്? അവ പറഞ്ഞ ഇങ്ങനെ വലിയ ഫേമസ് ആയുള്ള സൈക്യാട്രിസ്റ്റിന്റെ അടുത്തൊക്കെ പോയിട്ടാണ് വന്നത്. അപ്പൊ അവരെന്താ പറഞ്ഞെന്ന് ചോദിച്ചപ്പം പറയുകയാണ്, ഈ 18 വർഷം നിങ്ങൾക്ക് ശിക്ഷിക്കാൻ വന്നില്ല, നിങ്ങൾക്ക് കുഞ്ഞിനെ മര്യാദ പഠിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ, അവരെ അനുസരണം പഠിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് ഞാൻ എങ്ങനെയാ പഠിപ്പിക്കുന്നതെന്ന്. അത് തന്നെയല്ലേ കുഞ്ഞുങ്ങളെ, ചിലവർ പറയും സൺഡേ സ്കൂളിൽ പോയിട്ട് കുഞ്ഞുങ്ങൾ പഠിക്കുമെന്ന് പറയും. ചിലവർ പറയും സ്കൂളിൽ പോയ ടീച്ചർമാർ പഠിപ്പിക്കുമെന്ന് പറയും. അതൊക്കെ വെറുതെയാണ്. അവർ കേൾക്കുമെങ്കിലും മാതാപിതാക്കളാണ് കുഞ്ഞുങ്ങളെ അനുസരണം പഠിപ്പിക്കേണ്ട. അല്ലാത്ത മക്കൾ അനുസരണം കെട്ട മക്കളായി പോകും. കാരണം അനുസരണക്കേട് അവരെ പഠിപ്പിക്കേണ്ട കാര്യങ്ങൾ അത് ജാത്യാൽ അവരിൽ ഉള്ളതാണ്. അപ്പം മക്കളെ ബാലശിക്ഷ കൊടുക്കുക, പത്യോപദേശത്തിൽ വളർത്തുക എന്നുള്ളത് മാതാപിതാക്കളുടെ കടമയാണ്. വാക്കിനാലും പ്രവൃത്തിയാലും അവര് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള വളരണമെങ്കിൽ മാതാപിതാക്കൾക്ക് പൂർണ്ണമായ ഒരു ഉത്തരവാദിത്വമുണ്ട് എന്ന് നമുക്കറിയാം. ആവർത്തന പുസ്തകം നമുക്ക് 2-3 വാക്യങ്ങൾ വായിക്കാം. ദൈവവചനം അവരെ ഉപദേശിക്കണമെന്ന് പറയുന്നു. കാരണം അവരെ സ്നേഹിക്കണം, അവരെ ബാലശിക്ഷ ചെയ്യണം. പക്ഷെ അവരെ ദൈവവചനം നാം പഠിപ്പിക്കുകയും വേണം. ആവർത്തനം 6:6-7 എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിലിരിക്കണം. നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം. ചില സമയത്ത് കുഞ്ഞുങ്ങളാരും അങ്ങനെ നമ്മുടെ അടുത്തൊന്നും ഇരിക്കത്തില്ല. പക്ഷെ കുഞ്ഞിലെ ആണെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അവർ മനസ്സിലാക്കും. കുറച്ച് കഴിയുമ്പോൾ അവരത് സ്കൂളിൽ നിന്നും സൺഡേ സ്കൂളിൽ നിന്നൊക്കെ പഠിക്കുമെങ്കിലും ചിട്ടയായ കുഞ്ഞുങ്ങളോട് പറയണം, ദിവസവും വചനം വായിക്കാനും പഠിക്കുവാനും പ്രാർത്ഥിക്കാനും ഒക്കെ പറയണം. കാരണം എന്നാൽ മാത്രമേ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലും ദൈവ അനുസരണമായും അവർ വളരുവാനായിട്ട് കഴിയുകയുള്ളൂ. ഇവിടെ പറയുന്നു, യഹോവയുടെ ഭക്തിയെ അവർക്ക് ഉപദേശിച്ചു കൊടുക്കണമെന്ന് സങ്കീർത്തനങ്ങൾ 34:11 പറയുന്നു. മക്കളെ വന്ന് എനിക്ക് ചെവി തരുവിൻ, യഹോവയുള്ള ഭക്തിയെ ഞാൻ ഉപദേശിച്ചു തരാം. യഹോവയുള്ള ഭക്തി അവർക്ക് ഉപദേശിച്ചു കൊടുക്കണം. പിന്നെ അവരെ ഉപദേശിക്കേണ്ട, അവർ ശാഠ്യവും മത്സരവും ഉള്ളവരാകാതിരിക്കാൻ അവരെ ഉപദേശിക്കണമെന്ന് സങ്കീർത്തനങ്ങൾ 78 പറയുന്നു. 78:4 മുതലുള്ള വാക്യങ്ങൾ, നാം അവരുടെ മക്കളോട് അവയെ മറച്ചു വയ്ക്കാതെ വരുമാനുള്ള തലമുറയോട് യഹോവയുടെ സ്തുതിയും ബലവും അവൻ ചെയ്ത അത്ഭുത പ്രവൃത്തികളും വിവരിച്ചു പറയണം. 6-ാമത്തെ വാക്യം, വരുവാനുള്ള തലമുറ ജനിപ്പാനിരിക്കുന്ന മക്കൾ തന്നെ അവയെ ഗ്രഹിച്ച് എഴുന്നേറ്റ് തങ്ങളുടെ മക്കളോട് അറിയിക്കുകയും അവർ തങ്ങളുടെ ആശ്രയം ദൈവത്തിൽ വെക്കുകയും ദൈവത്തിന്റെ പ്രവൃത്തികളെ മറന്നു കളയാതെ അവന്റെ കൽപ്പനകളെ പ്രമാണിച്ചു നടക്കുകയും തങ്ങളുടെ പിതാക്കന്മാരെ പോലെ ശാഠ്യവും മത്സരവുമുള്ള തലമുറയായി ഹൃദയത്തെ സ്ഥിരമാക്കാതെ ദൈവത്തോട് അവിശ്വസ്ത മനസ്സുള്ള ഒരു തലമുറയായി തീരാതിരിക്കുകയും ചെയ്യേണ്ടതിനാണ് അവരെ ബുദ്ധി ഉപദേശിച്ചു അതിനുപരിയായി ദൈവവചനം ഉപദേശിച്ചു കൊടുക്കേണ്ടത് അവർ മത്സരമുള്ള ഒരു തലമുറയായി തീരാതിരിക്കേണ്ടതിന് വേണ്ടിയാണ്. തിമോഥെയോസിന്റെ ലേഖനത്തിൽ പറയുന്നു, ഒരു ദൈവത്തിന്റെ മനുഷ്യനാക്കി വളർത്തുക എന്നുള്ളത് മാതാപിതാക്കളുടെ ചുമതലയാണ്. നമുക്കറിയാം, തിമോഥെയോസിന്റെ അമ്മയും വലിയമ്മയും തിമോഥെയോസിനെ പഠിപ്പിച്ചത് കൊണ്ടാണ് പൗലോസ് തിമോഥെയോസിനെ വിളിക്കുന്നത് തന്നെ ദൈവത്തിന്റെ മനുഷ്യനായുള്ളോ എന്നാ പറയുന്നത്, അല്ലേ? ഒന്ന് വായിക്കാം. 2 തിമോഥെയോസ് 3:15-16-17 വാക്യങ്ങൾ. നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്ന നിലനിൽക്കുക. എങ്ങനെയാ പഠിച്ചത്, നിശ്ചയം പ്രാപിച്ചേ? മാതാവിൽ നിന്നും
ആം, വലിയമ്മയിൽ നിന്നും എല്ലാ തിരുവഴുത്തും ദൈവശ്വാസീയമാകയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ചു തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയുള്ള വിശ്വാസത്തിനും പ്രയോജനമുള്ളവനാകുന്നു. അപ്പം ദൈവവചനം ഉപദേശിക്കുന്നതിലൂടെ അല്ലെങ്കിൽ ദൈവവചനം നാം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നതിലൂടെ അവരെ ദൈവത്തെ അറിയുവാനും അതിലൂടെ മാതാപിതാക്കളെ അനുസരിക്കുവാനായിട്ടും കഴിയും. പിന്നെ ചില കാര്യങ്ങളൊക്കെ നാം കാണുന്നത്, മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾ ആവശ്യം ചോദിക്കുന്നതെല്ലാം വാങ്ങിച്ചു കൊടുക്കും അല്ലേ? പണ്ടത്തെ സാഹചര്യത്തിൽ നമുക്ക് മാതാപിതാക്കൾ കഴിവില്ലാത്തവരായിരുന്നു, അതുകൊണ്ട് കുഞ്ഞുങ്ങളാണേലും അങ്ങനെ ആവശ്യങ്ങൾ ചോദിക്കുകയില്ലായിരുന്നു അല്ലേ? അത്യാവശ്യമുള്ള കാര്യങ്ങളായിരുന്നു ചോദിക്കുന്നത്. ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളാണെങ്കിൽ എല്ലാം ചോദിക്കും, ആവശ്യമില്ലാത്തതും എല്ലാം ചോദിക്കും. പക്ഷെ നമ്മൾ അത് കൊടുക്കരുത്. എല്ലാം നമുക്ക് കഴിയുമെങ്കിലും ആവശ്യമില്ലാത്ത ഒരു കാര്യങ്ങളും കുഞ്ഞുങ്ങൾക്ക് വാങ്ങിച്ചു കൊടുക്കാനായിട്ട് ഇടയാക്കരുത്. അങ്ങനെ ആകുമ്പോൾ നാം അവരെ ആ ഒരു അത്യാഗ്രഹത്തിലേക്ക് അവരെ നയിക്കുകയാണ്. നമ്മൾ വാങ്ങിച്ചു കൊടുക്കും, പിന്നെയും വാങ്ങിച്ചു കൊടുക്കും, പിന്നെയും ചോദിക്കുന്നത് വാങ്ങിച്ചു കൊടുക്കും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അത് ചോദിക്കുന്നത് കിട്ടിയില്ല എങ്കിൽ അവർ റിബല്ലിയസ് ആകുവാനായിട്ട് ഇടയായിത്തീരും. അപ്പം നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ അവരുടെ ആ വലിയ അത്യാഗ്രഹമായ കാര്യങ്ങളെ അമർത്തിയിട്ട് സ്വന്തം ഇഷ്ടത്തിന് വഴങ്ങി കൊടുക്കുവാനായിട്ട് ഇടയാക്കരുത്. അപ്പൊ അങ്ങനെ നാം വഴങ്ങി കൊടുക്കുന്നത് മൂലം സാത്യാന്യ സ്വഭാവം അവരിൽ ഉണ്ടാകുവാനായിട്ട് ഇടയായിട്ട് റിബല്ലിയസ് ദൈവത്തിന്റെ ഭക്തന്മാർ വല്ലോ റിബല്ലിയസ് ആകുമോ? ഒരിക്കലുമില്ല. ആ ദൈവത്തെ അനുസരിക്കാത്ത മക്കളായി റിബല്ലിയസ് ആകുവാനായിട്ട് ഇടയായിത്തീരും. ഞാൻ പറഞ്ഞതുപോലെ നമ്മൾക്ക് ചെറിയ ചെറിയ ആഗ്രഹങ്ങളാണേലും പിന്നെ അവർക്ക് വലിയ ആഗ്രഹങ്ങളായിരിക്കും. നമ്മളത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അവർ റിബല്ലിയസ് ആകും. നമുക്കറിയാം, നാട്ടിലൊക്കെ ന്യൂസ് പേപ്പറിലൊക്കെ കാണുന്നതാണ്, മക്കൾ അമ്മയപ്പന്മാരെ ഉപദ്രവിക്കുന്നു, കൊല്ലുന്നു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. പ്രത്യേകിച്ച് പിതാവൊക്കെ വിദേശത്തായിരിക്കുന്ന മാതാക്കൾ വളർത്തുന്ന കുഞ്ഞുങ്ങളൊക്കെ അങ്ങനെ റിബല്ലിയസ് ആയി പോകാനായിട്ടിടാണ്. മാതാപിതാക്കൾക്ക് തന്നെ കുഞ്ഞുങ്ങളെ പേടിയാകുന്ന അവസ്ഥയിലേക്ക് വരുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ചെറിയ പ്രായത്തിലെ അവരെ ആ ബാലശിക്ഷ കൊടുക്കാതെ അവരെ വളർത്തിയത് മൂലം, അവർക്ക് ഇഷ്ടപ്പെടുന്ന സാധനങ്ങളെല്ലാം വാങ്ങിച്ചു അവരുടെ ആഗ്രഹങ്ങളെല്ലാം നടത്തി കൊടുക്കുന്നത് മൂലമാണ് അങ്ങനെ. ചില മാതാപിതാക്കൾ വിചാരിക്കും, ഞാൻ കുഞ്ഞുങ്ങളെ എല്ലാം അവർ ചോദിക്കുന്ന എല്ലാം കൊടുക്കുമ്പോൾ എനിക്ക് സ്നേഹം കൂടുതലാണെന്നാ. ഒരിക്കലുമല്ല. അവർക്ക് കൊടുക്കാതിരിക്കും. അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കൊടുക്കണം. അവർക്ക് അത്യാവശ്യമില്ലാത്ത സാധനങ്ങൾ നാം കൊടുക്കാതിരിക്കുന്നതാണ് നാം അവരെ സ്നേഹിക്കുന്നത്. ദൈവവും അങ്ങനെ തന്നെയാണ്. നാം ദൈവിക കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ, നാം ആദ്യം ദൈവത്തിങ്കിലേക്ക് വരുമ്പോൾ നാം ചോദിക്കുന്ന എല്ലാം ദൈവം തരുമായിരുന്നു അല്ലേ? നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് കരഞ്ഞു കഴിഞ്ഞാൽ മാതാപിതാക്കൾ പെട്ടെന്ന് പാല് കൊടുക്കും അല്ലേ? പക്ഷെ ഇപ്പൊ ഒരു 2 മാസമുള്ള കുഞ്ഞും ഒരു 2 വയസ്സായ കുഞ്ഞും വീട്ടിലുണ്ടെങ്കിൽ ആദ്യം നോക്കുന്ന ആരെയാ? കൊച്ചു കുഞ്ഞിനെ ആയിരിക്കും അല്ലേ? അപ്പൊ അതുപോലെയാണ്. പക്ഷെ പ്രായമായ കുഞ്ഞുങ്ങൾക്ക് ഇച്ചിരി അവനെ കൺട്രോൾ ചെയ്യാമിരിക്കാമെന്നൊരു ഇതുണ്ടായത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മളും ദൈവത്തിങ്കിലേക്ക് വരുമ്പോൾ നമ്മൾ ചോദിക്കുന്നതൊക്കെ കർത്താവ് തരുമായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയാണോ? ഒരിക്കലുമല്ല. നമ്മൾ പ്രായപൂർത്തിയായി നമ്മൾ ഇച്ചിരി കൂടെ ആത്മീയവുമായി മെച്ചുറായിട്ട് വരുമ്പോൾ നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങളിലും വ്യത്യാസമുണ്ട് അല്ലെ? അല്ലാതെ ഈ കന്നട്ടയ്ക്ക് താത്ത എന്ന് 2 മക്കളുണ്ടെന്നൊക്കെ പറയുന്ന വചനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ഈ താത്ത എന്ന് പറയുന്നവരോടല്ല പറയുന്നത്. ആത്മീയമായി വളർന്നവർക്ക് നമുക്ക് പല കാര്യങ്ങളും ദൈവം തരാതിരിക്കുന്നതാണ് ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം. എല്ലാ കാര്യങ്ങളും നമുക്ക് തരുമായിരുന്നെങ്കിൽ നാം ദൈവത്തിന്റെ ആ രക്ഷണത്തിൽ ഒരിക്കലും വരികയില്ല. ആത്മീക എന്താ പറയുന്നത്, ആ ഒരു പക്വതയിലേക്ക് നമുക്ക് ഒരിക്കലും വരുവാൻ കഴിയുകയില്ല. ദൈവവും നാം ആയിരിക്കുന്ന സ്ഥാനത്ത് ശിക്ഷണ നടവിലൂടെ കടന്നു പോകും. നമ്മളൊരു പ്രശ്നം വരുമ്പോൾ കർത്താവെ ഇപ്പൊ രക്ഷിക്കണമെന്ന് പറയും. പക്ഷെ കർത്താവ് അപ്പോഴേ ഒന്നും രക്ഷിക്കത്തില്ല. കാരണം നീ അതിൽ കൂടെ കടന്നു പോകുന്ന എന്നുള്ളത് എൻ്റെ ആഗ്രഹമാണ്. നിന്നെ അങ്ങനെ അതിൽ കൂടെ ട്രെയിൻ ചെയ്താൽ മാത്രമേ ഞാൻ നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്ന രീതിയിൽ നീ ആയിത്തീരത്തുള്ളൂ. കാരണം ഞാൻ മിക്കവാറും പറയാനുള്ള കാര്യമാണ്, ഈ പൊന്ന് ശുദ്ധി ചെയ്യുന്നത് എങ്ങനെയാ? അത് തീയിലൂടെ കടത്തി കൂട്ടിയിട്ടാ. അപ്പൊ തീയിൽ ആ മുഴുവൻ അത് ശുദ്ധിയാകുന്നതിന് മുമ്പേ അതിനെ വെളിയിൽ എടുത്തു കഴിഞ്ഞാൽ അത് വെറും പ്രയോജനമില്ലാത്ത ഒരു ഉരുപ്പടിയായി പോകും. പക്ഷേ അതുപോലെ തന്നെയാണ് മനുഷ്യന്റെ ജീവിതവും. ദൈവം നമ്മെ ആ ഒരു അഗ്നിശോധനയിലൂടെ കടത്തി വിടുമ്പോൾ ആ ക്രിസ്തുവിനെ പോലെ നാം ആയിത്തീരണമെന്ന് ദൈവം അതിൽ ആഗ്രഹിക്കുന്നുണ്ടല്ലേ? പക്ഷെ തട്ടാൻ
ഒരു ഉരുപ്പടി അല്ലെങ്കിൽ ഒരു പൊന്ന് അഗ്നിയിലൂടെ കടത്തിവിടുമ്പോൾ അല്ലെ തീയിലിടുമ്പോൾ മാറി നിന്ന് നോക്കിയിരിക്കുകയല്ല ചെയ്യുന്നത്, അല്ലെങ്കിൽ പോയിട്ട് വേറെ തൻ്റെ ഇഷ്ടം ചെയ്യുകയല്ല ചെയ്യുന്നത്, എൻ്റെ വേറൊരു പണി ചെയ്യുകയല്ലേ, അതിനെ നോക്കിയിരിക്കും, അത് കരിഞ്ഞു പോകാതെ. ദൈവവും അതുപോലെ തന്നെയാ. നമ്മൾ കടന്നു പോകുന്ന അഗ്നിശോധനകളിൽ നമ്മെ നോക്കിയിരിക്കും, നമ്മുടെ കുഞ്ഞുങ്ങൾ വാടിപ്പോകുന്നു എന്ന്. കർത്താവും അതിനേക്കാൾ, ഈ ലോകത്തിന്റെ മക്കൾ നോക്കുകയാണെങ്കിൽ അതിന് എത്ര അധികമായിട്ടാണ് ദൈവത്തിന്റെ മക്കൾ ചെയ്യുന്നത്. അതുകൊണ്ട് ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന സ്ഥാനത്ത് നാം വിശ്വസ്തയോടെ ജീവിക്കുക. അതുപോലെ തന്നെ മക്കളെ ബാലശിക്ഷയിൽ പോറ്റേണ്ടതാണ്, അവരെ സ്നേഹം കൊടുക്കണം. പക്ഷെ ആ സ്നേഹം, എൻ്റെ മക്കളെ ഞാൻ ശിക്ഷിച്ചു കഴിഞ്ഞാൽ എനിക്ക് സ്നേഹമില്ല എന്ന് പറയുന്ന അവസ്ഥയിലായി തീരരുത്. അങ്ങനെ അവരെ ശിക്ഷിക്കാതെ അവരെ കൂടുതൽ സ്നേഹിക്കുമ്പോൾ, അല്ലെ സ്നേഹം അവരിൽ പ്രകടിപ്പിക്കുമ്പോൾ നാം അവരെ എന്താ പറയുക, അനുസരണമില്ലാത്തവരായി വളർത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ ശരിയായ ചിട്ടയായുള്ള ബാലശിക്ഷയിലും പത്യോപദേശത്തിലും വളർത്തുന്ന മക്കൾ മാതാപിതാക്കളെ അനുസരിക്കുക, അതുപോലെ തന്നെ ദൈവത്തെ അനുസരിക്കുകയും ദൈവത്തിന് പ്രസാദമുള്ള മക്കളായി വളരുവാനും ചെയ്യുവാനായിട്ട് ഇടയായി തീരും. ഓക്കെ, അപ്പം മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിക്കുക, അത് ന്യായമല്ലോ. അത് 3-4 കാര്യങ്ങൾ നാം പറഞ്ഞു. പിതാക്കന്മാരെ മക്കളെ പ്രകോപിപ്പിക്കരുത്, പക്ഷെ അവരെ കർത്താവിന്റെ ബാലശിക്ഷയിലും പത്യോപദേശത്തിലും പോറ്റി വളർത്തണം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അവരെ ഡിസിപ്ലിൻഡ് ആയിട്ട് വളർത്തണം. സ്നേഹത്തിലുള്ള പത്യോപദേശവും ബാലശിക്ഷയുമാണ് വേണ്ടത്. ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയുന്നത്, ഡിസിപ്ലിൻഡ് വിത്ത് ട്രെയിനിങ് ആൻഡ് ടീച്ചിങ്, സീസൺഡ് വിത്ത് ഗ്രേസ് ആൻഡ് ലവ്. ഒന്നുകൂടെ പറയാം, ഡിസിപ്ലിൻഡ് വിത്ത് ട്രെയിനിങ് ആൻഡ് ടീച്ചിങ്, സീസൺഡ് വിത്ത് ഗ്രേസ് ആൻഡ് ലവ്. അപ്പം ആ സ്നേഹത്തിലും കരുണയിലും പത്യോപദേശത്തിലും ബാലശിക്ഷയിലും വെൽ പ്ലാൻഡ് ആയിരിക്കണം, അല്ലേ? പ്ലാനിങ് ഇല്ലാതെ നടക്കത്തില്ല. അതുപോലെ ക്രിസ്തീയ ജീവിതവും പ്ലാൻഡ് ആണ്, അല്ലെങ്കിൽ എല്ലാത്തിനും ഒരു ബാലൻസ് വേണം. ഓക്കെ, അഞ്ചാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് പോകാം. 5-ാമത്തെ വാക്യം, ദാസന്മാരെ ജഡപ്രകാരം യജമാനന്മാരായവരെ ക്രിസ്തുവിനെ പോലെ തന്നെ ഹൃദയത്തിന്റെ ഏകാഗ്രതയിൽ ഭയത്തോടും വിറയലോടും കൂടെ അനുസരിപ്പിൻ. കുടുംബത്തിന്റെ കാര്യം കഴിഞ്ഞിട്ട് നമ്മൾ ആ തൊഴിൽ മേഖല, ആ കാര്യങ്ങളിലേക്ക് നമ്മെ ഏർപ്പെടുത്തിയിരിക്കുന്ന, അല്ലെങ്കിൽ എവിടെയായിരുന്നാലും ആ സ്ഥലം ഇപ്പൊ തൊഴിൽ മേഖലകളിലേക്ക് വന്നിരിക്കുകയാണ് ചെയ്യുന്നത്. ദാസന്മാരെ ജഡപ്രകാരം യജമാന്മാർ, അന്ന് സ്ലേവറി ഒത്തിരിയുള്ള സമയമായിരുന്നു. ദാസന്മാരെ എന്ന് പറയുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് സ്ലേവ്സ് അല്ലെങ്കിൽ ബോൺ സെർവൻസ് എന്ന രീതിയിലായിരുന്നു. നമുക്കറിയാം, പുരാതന കാലത്ത് അടിമത്തം ഒത്തിരി നടന്നിരുന്ന കാലമാണ്. അന്ന് പൗലോസിന്റെയൊക്കെ കാലത്ത് ആണെങ്കിൽ റോമാ സാമ്രാജ്യത്തിലൊക്കെ ഭയങ്കര അടിമ കച്ചവടവും, അങ്ങനെ നമ്മള് മൃഗങ്ങളെ വിൽക്കുന്നത് പോലെ തന്നെ അടിമകളെ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന ഒരു അവസ്ഥയായിരുന്നു. മൃഗങ്ങളെ ശിക്ഷിക്കുന്നതിനേക്കാൾ കഠിനമായി അടിമകളെ ശിക്ഷിച്ചിരുന്ന ഒരു അവസ്ഥയിൽ ആയിരുന്നു. ചില സ്ഥലത്തൊക്കെ സ്വതന്ത്രരായ മനുഷ്യരെക്കാൾ അധികമായി അടിമകൾ കൂടുതലുള്ള സ്ഥലം ഉണ്ടായിരുന്നു. നമുക്കറിയാം, ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു 60%, 60% അടിമകൾ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ 40% സാധാരണ മനുഷ്യരുണ്ടായിരുന്നുള്ളൂ. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ആയിരുന്നു അന്നത്തെ കാലത്തൊക്കെ. അപ്പൊ അടിമകളെയൊക്കെ വളരെ നീചമായിട്ട് അവരോട് ഇടപെട്ടിരുന്ന ഒരു സമയമായിരുന്നു. അപ്പൊ ഇവിടെ പറയുവാനായിട്ട് കാരണം, ഇവിടെ അടിമകളിൽ നിന്നും ദൈവത്തിങ്കലേക്ക് വന്നവരൊക്കെ ഉണ്ട്, അല്ലെ? നമുക്കറിയാം, ഫിലോമോന്റെ അടിമയായിരുന്ന ഒനേസിമോസ് പൗലോസിൻ പറഞ്ഞ സുവിശേഷം കേട്ട് കർത്താവിങ്കിലേക്ക് വന്നപ്പോൾ എന്താ പറഞ്ഞത്? പൗലോസ് തിരിച്ചവനെ അങ്ങോട്ട് അയക്കുകയാണ് ചെയ്തല്ലേ, ഒനേസിമോസിന്റെ അടുത്തോട്ട് ലെറ്ററുമായിട്ട് അയക്കുകയാണ് ചെയ്തത്. ഇനി അവൻ നിനക്ക് ദാസനല്ല, എന്നെ പോലെ ക്രിസ്തുവിൽ സഹോദരനാന്നും പറഞ്ഞിട്ട് അയച്ചത്. പക്ഷെ അപ്പൊ ഇവിടെ അടിമകളായിരുന്നവർ ദൈവത്തിങ്കിലേക്ക് വന്നപ്പോൾ അവരോട് പൗലോസ് പറയുകയാണ്, നിങ്ങൾ ശാഠ്യം കാണിച്ചാലേ, നിങ്ങൾ ഇപ്പൊ ക്രിസ്തുവിൽ സ്വതന്ത്രരായി എങ്കിൽ നിങ്ങൾ യജമാനന്മാരെ വിട്ടിട്ട് പോവുകയല്ല ചെയ്യേണ്ടത്, അവരെ അനുസരിക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഒനേസിമോസ് ഫിലോമോന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ടു പോയതല്ലേ, തിരിച്ചു പക്ഷേ ഒനേസിമോസിനെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് ഫിലോമോന്റെ അടുത്തേക്ക് വിട്ടതുപോലെ തന്നെ ഇവിടെ ആ സ്ലേവറിയിൽ നിന്ന് വന്ന ദൈവവിശ്വാസികളായവര് തിരിച്ച് അവരോട് പറയുകയാണ്, അവര് എങ്ങനെ
തൻ്റെ യജമാനന്മാരെ അനുസരിക്കണം എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ പറയും അപ്പം നമ്മളുടെ ഈ ബന്ധത്തിൽ ഇവിടെ നമ്മളോടുള്ള ബന്ധത്തിൽ ഇത് എങ്ങനെയായിരിക്കും? നമ്മൾ എംപ്ലോയർ എംപ്ലോയി എന്ന രീതിയിൽ അപ്പം ആയിരിക്കണം. എന്ന് വെച്ചാൽ നമ്മൾ എവിടെ ദൈവം നമ്മെ ആക്കിയിരിക്കുന്ന അവിടെയൊക്കെ നാം വിശ്വസ്തയോടെ നാം കീഴടങ്ങിയിരിക്കേണ്ട സ്ഥലത്ത് കീഴടങ്ങിയിരുന്ന് നാം ദൈവത്തെ സേവിക്കണം, അല്ലെങ്കിൽ ചെയ്യുന്ന ജോലികൾ ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കുറച്ച് വാക്യങ്ങൾ ഞാൻ വായിച്ചു പോകാം. 1 കൊരിന്ത്യർ 7:20 മുതലുള്ള വാക്യങ്ങൾ. അന്നത്തെ കാലത്താണ് അടിമകളായിരുന്നവർ എങ്ങനെ അവര് ഇപ്പൊ ക്രിസ്തുവിലെ സ്നേഹിക്കുമ്പോൾ അവര് വീണ്ടും ക്രിസ്തു യജമാന്റെ അടുത്ത് നിന്ന് വേറിട്ട് പോകണോ എന്നൊക്കെ ചോദിക്കുന്ന ഒരു അവസ്ഥയിൽ ഇവിടെ പറയുകയാണ്, ഓരോരുത്തൻ വിളിക്കപ്പെട്ട 7:20 ഓരോരുത്തൻ വിളിക്കപ്പെട്ട സ്ഥിതിയിൽ തന്നെ വസിച്ചു കൊള്ളട്ടെ. നീ ദാസനായി വിളിക്കപ്പെട്ടു, വ്യസനിക്കരുത്. സ്വതന്ത്രനാകുവാൻ കഴിയുമെങ്കിലും അതിൽ തന്നെ ഇരുന്നു കൊള്ളുക. ദാസനായി കർത്താവ് വിളിക്കപ്പെട്ടവൻ കർത്താവിന്റെ സ്വതന്ത്രനാകുന്നു. അങ്ങനെ തന്നെ സ്വതന്ത്രനായി വിളിക്കപ്പെട്ടവൻ ക്രിസ്തുവിന്റെ ദാസനാകുന്നു. നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു, മനുഷ്യർക്ക് ദാസന്മാരാകരുത്. സഹോദരന്മാരെ, ഓരോരുത്തരും വിളിക്കപ്പെട്ട സ്ഥിതിയിൽ തന്നെ ദൈവസന്നിധിയിൽ വസിക്കട്ടെ. ഇതിനല്ല നമ്മൾ വായിച്ച 6:5 എഫേസ്യർ 6:5 പാരലായിട്ട് കൊലോസ്യർ ലേഖനത്തിൽ വാക്യമുണ്ട് 3:22 കൊലോസ്യർ 3:22 ദാസന്മാരെ ജഡപ്രകാരമുള്ള യജമാനന്മാരെ സകലത്തിലും അനുസരിപ്പിൻ, മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നത് പോലെ ദൃഷ്ടി സേവകളാലല്ല, കർത്താവിനെ ഭയപ്പെട്ടുകൊണ്ട് ഹൃദയത്തിന്റെ ഏകാഗ്രതയിൽ അത്രേ അനുസരിക്കേണ്ടത്. അപ്പം ക്രിസ്തുവിന്റെ ഏകാഗ്രതയോടെ നാം ആയിരിക്കുന്ന അവസ്ഥയിൽ ആ സ്ലേവറിയുടെ അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു സ്ഥാനത്തേക്ക് വരുമ്പോൾ നാം പറയേണ്ട നമ്മുടെ അവസ്ഥയിലേക്ക് വരുമ്പോൾ ക്രിസ്തുവിന്റെ ഏകാഗ്രതയോടെ തന്നെ നമ്മുടെ നമ്മുടെ യജമാന്മാരെ അനുസരിക്കണം. 1 തിമോത്തിയോസ് 6:1 മുതലുള്ള വാക്യങ്ങൾ. വിശ്വാസികളായ യജമാന്മാരായവരോടും അങ്ങനെ തന്നെയാണ് പെരുമാറേണ്ടത്. അല്ലെങ്കിൽ ഞാൻ സഹോദരൻ, വിശ്വാസികളെന്ന് നമ്മൾ പറയുമ്പോഴേ നമ്മൾ കർത്താവിൽ അന്യോന്യം സഹോദരന്മാരാണ്. അങ്ങനെ വരുമ്പോൾ അവരോട് ആ സഹോദരൻ എന്ന രീതിയിലല്ല, അവരെ എംപ്ലോയർ ആണെങ്കിൽ, യജമാനനാണെങ്കിൽ, ബോസ് ആണെങ്കിൽ ബോസിനോട് ഇടപെടേണ്ട പോലെ തന്നെ ഇടപെടണം എന്നാണ് പറയുന്നത്. 1 തിമോത്തിയോസ് 6:1-2 വാക്യങ്ങൾ. നുകത്തിൻ കീഴിൽ ദാസനായിരിക്കുന്നവരൊക്കെയും ദൈവനാമവും ഉപദേശവും ദുഷിക്കപ്പെടാതിരിപ്പാൻ തങ്ങളുടെ യജമാന്മാരെ സകല മാനത്തിലും യോഗ്യനെന്ന് എണ്ണേണ്ടതാകുന്നു. വിശ്വാസികളായ യജമാന്മാരുള്ളവർ അവരെ സഹോദരന്മാർ എന്ന് വച്ച് അലക്ഷ്യമാക്കരുത്. തങ്ങളെ കൊണ്ടുള്ള ഉപകാരം അനുഭവിക്കുന്നവർ വിശ്വാസികളും പ്രിയരുമാകൊണ്ട് അവരെ വിശേഷ സേവിക്കുക അത്രേ വേണ്ടത്. നീയും ഉപദേശിക്കുകയും പ്രബോധിക്കുകയും വേണം. അപ്പൊ എല്ലാ തരത്തിലും ബഹുമാനിക്കേണ്ടവരെ നമ്മൾക്ക് മേലാക്കി വെച്ചിരിക്കുന്നവരെ നാം അധികാര സ്ഥാനങ്ങൾക്ക് നാം കീഴടങ്ങിയിരിക്കുകയും അവരെ ബഹുമാനിക്കുകയും ചെയ്യണം എന്നത് ദൈവത്തിന്റെ കൽപ്പനയാണ്. തീത്തോസിന്റെ ലേഖനം 2:9-10 കുറച്ച് വാക്യങ്ങൾ വായിച്ചു പോകുവായിരുന്നു. തീത്തോസ് 2:9-10 ദാസന്മാർ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ ഉപദേശത്തെ സകലത്തിലും അലങ്കരിക്കേണ്ടതിന് യജമാനന്മാർക്ക് കീഴടങ്ങി സകല വിധത്തിലും പ്രസാദം വരുത്തുന്നവരും എതിർപ്പറയുകയോ വഞ്ചിച്ചെടുക്കുകയോ ചെയ്യാതെ സകലത്തിലും നല്ല വിശ്വസ്തത കാണിക്കുന്നവരുമായി ഇരിപ്പാൻ ശ്രമിക്കും. നാം നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന അധികാര സ്ഥാനത്ത് നാം കീഴടങ്ങി ജീവിക്കുമ്പോൾ ദൈവത്തെ അനുസരിക്കുന്നതിന് തുല്യമാണ്. നാം നമ്മെ ആക്കി വെച്ചിരിക്കുന്ന അധികാര സ്ഥാനത്തെ അനുസരിക്കുന്നില്ല എങ്കിൽ നാം ദൈവത്തെ അനുസരിക്കുന്നില്ല എന്നതാണ്. നമ്മൾ 1 പത്രോസ് ലേഖനത്തിൽ പറയുന്നുണ്ട്, ആ ശാന്തന്മാർക്ക് മാത്രമല്ല മൂഢന്മാരായവർക്കും കൂടെ കീഴടങ്ങിയിരിക്കാനാ പറയുന്നത് അല്ലേ. വായിക്കാം 1 പത്രോസ് 2:18-19 വാക്യങ്ങൾ. വേലക്കാരെ പൂർണ്ണ ഭയത്തോടെ യജമാനന്മാർക്കും നല്ലവർക്കും ശാന്തന്മാർക്കും മാത്രമല്ല മൂർഖന്മാർക്കും കൂടെ കീഴടങ്ങിയിരിപ്പിൻ. ഒരുത്തൻ ദൈവത്തെക്കുറിച്ചുള്ള മനോബോധം നിമിത്തം അന്യായമായി കഷ്ടവും ദുഃഖവും സഹിച്ചാൽ അത് പ്രസാദമാകുന്നു. അപ്പൊ മൂർഖന്മാർക്കും കീഴടങ്ങിയിരിക്കുക, ദേഷ്യപ്പെടുന്നവർക്കും കീഴടങ്ങിയിരിക്കുക എന്നാണ് പറയുന്നത്. 23-ാമത്തെ വാക്യം പറയുന്നു, കർത്താവിന്റെ ആ ഒരു അനുഭവമാണ് പറയുന്നത്. 22-23 അവൻ പാപം ചെയ്തിട്ടില്ല, അവന്റെ വായിൽ വഞ്ചന ഒന്നുമില്ലായിരുന്നു. തന്നെ ശകാരിച്ചിട്ടും പകരം ശകാരിക്കാതെയും കഷ്ടം അനുഭവിച്ചിട്ടും ഭീഷണം പറയായും
പറയാതെ ന്യായമായി വിധിക്കുന്നവെങ്കിൽ കാര്യം പരമേൽപ്പിക്കുക അത്രേ ചെയ്യുന്നത്. നമ്മളും അങ്ങനെ തന്നെ. നമുക്ക് ജോലി മേഖലകളിലോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവരോട് എതിർത്ത് നിൽക്കുകയല്ല വേണ്ടത്. നമ്മളെ കാണുന്ന ഒരു യജമാനൻ സ്വർഗത്തിലുണ്ടല്ലേ. അപ്പോൾ ആ യജമാനോട് കാര്യങ്ങൾ ബോധിപ്പിക്കുകയാണ് വേണ്ടത്. സഹിക്കാനുള്ള കൃപ തരുവാൻ പ്രാർത്ഥിക്കണം. അല്ലെങ്കിൽ നമുക്ക് ആ അവസ്ഥയിൽ നിന്ന് മാറ്റം ഒന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ആഗ്രഹിക്കുക, ദൈവത്തോട് പ്രാർത്ഥിക്കുക. അവരോട് എതിർക്കാനോ അവരെ പറ്റി മറ്റു വല്ലവരോടും വല്ലതും പറയാനോ നാം ശ്രമിക്കാതെ ദൈവത്തിനോട് കാര്യങ്ങൾ പറഞ്ഞ് നാം ദൈവത്തിൽ നിന്ന് സമാധാനം പ്രാപിക്കുക എന്നാണ്. അതിനുള്ള കൃപ ദൈവം തരും. അപ്പൊ ഈ തത്വങ്ങൾ എല്ലാ ദാസന്മാർക്കും എല്ലാ അധികാരത്തിന് കീഴിലുള്ള ജോലിക്കാർക്കും അല്ലെങ്കിൽ എല്ലാവർക്കും ഇത് ബാധകമാണ്. ദൈവത്തെ അനുസരിക്കുന്നവർക്കെല്ലാം, വിശ്വാസികൾക്കെല്ലാം, നാം ഏത് സ്ഥലങ്ങളിലായിരുന്നാലും, കുടുംബത്തിൽ മുതൽ ചർച്ചിൽ മുതൽ അതുപോലെ ജോലി സ്ഥലങ്ങളിലൊക്കെ നമ്മെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന അധികാര സ്ഥാനത്ത് നാം കീഴടങ്ങി ഇരിക്കണം. അടിമത്തം നല്ല കാര്യമാണെന്ന് പുതിയ നിയമം പഠിപ്പിക്കുന്നില്ല എങ്കിലും പഴയ നിയമ കാലത്ത് അത് നിലനിന്നിരുന്നു. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ യജമാനന്മാർ യജമാനന്മാർക്കും അടിമകൾക്കും ചുമതലകൾ ഉണ്ടായിരുന്നു. അവരവരെ ഏൽപ്പിച്ചിരിക്കുന്ന ചുമതലകൾ കൃത്യമായി ചെയ്യുക. അവിടെ പറഞ്ഞ അനുസരിപ്പിന്നാ പറയുന്നത്. അത് കണ്ടിന്യൂസ് ഒബീഡിയൻസ് ആണ്. ഒരിക്കൽ മാത്രം അനുസരിക്കുകയല്ല, എപ്പോഴും അനുസരിക്കുക എന്നാണ് ദൈവവചനം പഠിപ്പിക്കുന്നത്. അപ്പൊ ജഡപ്രകാരം യജമാനന്മാരായവരെ, ഹ്യൂമൻ അതോറിറ്റി എന്നാണ് അവിടെ അർത്ഥമാക്കുന്നത്. പറഞ്ഞത് എങ്ങനെയാണ് അനുസരിക്കേണ്ടത്? ഭയത്തോടും വിറയലോടും കൂടി അനുസരിക്കണം. അപ്പം ഭയന്ന് ഭീരുവായി സേവിക്കണം എന്നല്ല പറയുന്നത്, ഉത്തരവാദിത്വത്തോടു കൂടിയുള്ള ബഹുമാനമാണ് ഇത് അർത്ഥമാക്കുന്നത്. ഉത്തരവാദിത്വത്തോടു കൂടിയ ബഹുമാനമാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. ഹൃദയത്തിന്റെ ഏകാഗ്രത, ഭയത്തോടും വിറയലോടും കൂടെ ഹൃദയത്തിന്റെ ഏകാഗ്രതയിൽ അത്രേ സേവിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ വിശ്വസ്തയോടെ സേവിക്കുക. നാം വിശ്വസ്തരായിരിക്കണം. ഗൃഹവിചാരന്മാരിൽ ദൈവം അന്വേഷിക്കുന്നു, അവര് വിശ്വസ്തരായിരിക്കണമെന്നാണ്. നമ്മള് വർക്ക് ഫ്രം ഹോം ഒക്കെ പറയും അല്ലെ, വീട്ടിലിരുന്നിട്ട് ജോലി ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വീട്ടിലെ സ്വന്തം കാര്യങ്ങൾ ചെയ്യുന്നവർ, അവിടെ പോകുന്നവർ, ഇവിടെ പോകുന്നവരൊക്കെ ഉണ്ടല്ലേ, കുക്ക് ചെയ്യുന്നവരുണ്ട്. അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമ്മൾക്ക് 1 മണിക്കൂറത്തെ സാലറി നമ്മുടെ എംപ്ലോയർ തരുന്നുണ്ടെങ്കിൽ ആ മണിക്കൂറത്തെ പണി നാം ചെയ്യുക എന്നതാണ്. അങ്ങനെയല്ല നാം ചെയ്യുന്നതെങ്കിൽ അവരുടെ റിസോഴ്സസിനെയോ അവരുടെ ടൈമിനെയോ നാം വഞ്ചിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു വചനത്തിന്റെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നാം മോഷ്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ അവരുടെ സമയം മോഷ്ടിച്ചെടുക്കുക ചെയ്യുന്നു എന്നതാണ് അതിന്റെ അർത്ഥം. ദൈവത്തിന്റെ വചനം അങ്ങനെയാണ് പറയുന്നത്. നാം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലിയിൽ വിശ്വസ്തരായിരിക്കണം. ക്രിസ്തുവിനെ പോലെ ആയിരിക്കണം അനുസരിക്കേണ്ടത്. ആത്മീകമായ കാര്യങ്ങളിൽ ദൈവത്തോടുള്ള അനുസരണം നാം കാണിക്കുന്നത് പോലെ തന്നെ ഭൗതികമായ കാര്യങ്ങളിലും ദൈവത്തോട് അനുസരണം കാണിക്കേണ്ടവരാണ്, വിശ്വസ്തരായിരിക്കേണ്ടത് ആണ്. അത് ഏത് ചെറിയ ജോലിയാണെങ്കിലും വലിയ ജോലിയാണെങ്കിലും കിച്ചണിലെ പണിയാണെങ്കിലും എല്ലാം നാം വിശ്വസ്തരായിരിക്കണം. നാം ആയിരിക്കുന്ന സ്ഥലത്ത് നമ്മെ ആക്കി വെച്ചിരിക്കുന്ന ദൈവമാണ്. നാം അധികാരസ്ഥന്മാരെ അനുസരിക്കുമ്പോൾ ദൈവത്തെ അനുസരിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് നമ്മളത് കേരളത്തിലെ ജോലിക്കാരെയൊക്കെ ആണല്ലോ, ഗവൺമെന്റ് ജോലിക്കാരെയൊക്കെ അറിയാമല്ലോ, ഒരു പണിയും ചെയ്യത്തില്ല. അതൊക്കെ അനുസരണക്കേടാണ്. പക്ഷെ അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം. പക്ഷെ വിശ്വാസികളായ ഗവൺമെന്റ് ജോലിക്കാരെ, ഉദ്യോഗസ്ഥന്മാരെയൊക്കെ മറ്റുള്ളവര് ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്യാറുണ്ടല്ലേ. കാരണം എന്താ? കൈക്കൂലി വാങ്ങിക്കേണ്ട സ്ഥലത്ത് മറ്റുള്ളവർക്ക് പോലും ബുദ്ധിമുട്ടാവും ഇവർ കൈക്കൂലി വാങ്ങിക്കാതിരിക്കുമ്പോൾ അല്ലേ. അങ്ങനെയൊക്കെ ടോർച്ചറിങ് നടക്കുന്നവരുണ്ട്. പക്ഷെ അവരെ ജോലിയിൽ നിന്ന് മാറ്റിവിടുക, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ ദൈവത്തിന്റെ വചനം ഇങ്ങനെയാണ് പറയുന്നത്, നാം വിശ്വസ്തരായി നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന സ്ഥാനത്തിൽ നാം അനുസരിക്കുക. നാം ദൈവത്തെ അനുസരിക്കുന്നത് പോലെ തന്നെ നമ്മെ ആക്കി വച്ചിരിക്കുന്ന സ്ഥലങ്ങളിൽ അധികാരസ്ഥന്മാരെ അനുസരിക്കുക എന്നുള്ളത് ദൈവത്തിന്റെ കൽപ്പനയാണ്. അത് നമ്മൾ ദൈവത്തിലുള്ള ഏകാഗ്രതയോടെ, ഭയത്തോടും വിറയലോടും കൂടെ, ബഹുമാനത്തോടു കൂടിയാണ് നാം ചെയ്യേണ്ടത്. നാം വിശ്വസ്തരായിരിക്കണം. നമ്മളെ ചെറിയ അല്പത്തിൽ വിശ്വസ്തനായ അധികത്തിന് നമ്മളെ അധികത്തിന് നാം വിചാരകന്മാരാക്കുന്നതിനെ കുറിച്ച് അങ്ങനെ ചിന്തിക്കരുത്. പക്ഷെ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന അത് നമ്മൾ പലരും പറഞ്ഞ് പ്രസംഗിക്കുന്ന അല്പത്തിൽ വിശ്വസ്തനാകി അധികത്തിന് വിചാരകനാക്കുന്നു. ഞാൻ അതിനെക്കുറിച്ചല്ല പറയുന്നത്, ആ രീതിയിലല്ല പറയുന്നത്. നമ്മളെ ഏൽപ്പിച്ച അല്പത്തിൽ നാം വിശ്വസ്തരായിരിക്കാൻ നമുക്ക് കഴിയുമോ? അധികത്തെക്കുറിച്ച് നമുക്ക് പിന്നെ ചിന്തിക്കാം. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഭവനത്തിൽ, നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലിയിൽ, നമ്മെ ഏത് കാര്യം ഏൽപ്പിച്ചിരിക്കുന്നോ ആ അല്പത്തിൽ നമുക്ക് വിശ്വസ്തരായിരിക്കാൻ കഴിയുമോ?
ഒരിക്കലുമില്ല. ഞാനിപ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നതാണ് ഒരു ദൈവദാസൻ, പ്രായമായ ഒരു ദൈവദാസൻ, ആം, മരിക്കാറായ ഒരു അവസരങ്ങൾ ഒരു മീറ്റിങ്ങിൽ പങ്കെടുത്തു കഴിഞ്ഞപ്പോൾ, അപ്പം പല ക്വസ്റ്റ്യൻസിൻ്റെ ഒരു സമയമുണ്ടായിരുന്നു. അപ്പം അനേകർ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ ചോദിച്ചു, അങ്ങൊരു ഭർത്താവായിരുന്നിട്ടുണ്ട്, പിതാവായിരുന്നിട്ടുണ്ട്, ദൈവശുശ്രൂഷനായിരുന്നുണ്ട്, സഭയുടെ ചുമതല ഏറ്റിട്ടുണ്ട്. അങ്ങക്ക് തോന്നുന്നുണ്ടോ എല്ലാ കാര്യങ്ങളിലും 100% വിശ്വസ്തനായിരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? അപ്പോൾ ആ ദേവദാസൻ പറയാം, എനിക്ക് ഒരു കാര്യത്തിൽ പോലും വിശ്വസ്തനാകാൻ, ദൈവം ആഗ്രഹിക്കുന്നതിൽ 100% വിശ്വസ്തനാകാൻ കഴിഞ്ഞിട്ടില്ല. നമ്മൾക്ക് ആർക്കും അങ്ങനെ കഴിയുകയില്ല. പക്ഷേ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന കൂടുതൽ ആൾക്കാരെ പഠിപ്പിക്കണമെന്നോ അല്ല, കുറച്ച് എന്താ പറയുന്നത്, നമ്മളങ്ങ് വലിയ ആൾക്കാരായി തീരണമെന്നല്ല, നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ചെറിയ അല്പമുണ്ടല്ലോ, ആ അല്പത്തിൽ നാം എന്ത് ചെയ്താലും വിശ്വസ്തയോടെ ചെയ്യുക. വചനം പഠിപ്പിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ പ്രയോജനമുള്ളതൊന്നും മറച്ചു വയ്ക്കാതെ ദൈവം നമ്മോട് എന്ത് പറയുന്നു അത് പറയുക. അത് കുടുംബത്തിലാണെങ്കിലും അതുപോലെ ജോലി സ്ഥലങ്ങളിലാണെങ്കിലും നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന സ്ഥാനത്ത് നാം വിശ്വസ്തയോടെ, ഒരു മിനിറ്റിന് പോലും ദൈവം നമ്മോട് കണക്ക് ചോദിക്കും. ഒരു ഡോളറിന് പോലും ദൈവം നമ്മോട് കണക്ക് ചോദിക്കും. അതുകൊണ്ട് സകലതും ദൈവത്തിന്റെ മഹത്വത്തിനായിരിക്കും. തിന്നാലും കുടിച്ചാലും അത് ദൈവ മഹത്വത്തിനായിരിക്കണം. നമ്മൾ ചെയ്യുന്നതൊക്കെ ദൈവത്തിന് പ്രസാദകരമായി തരും. ക്രിസ്തുവിന് വേണ്ടി ചെയ്യുന്നത് പോലെ ആയിരിക്കണം. ഓക്കെ, നമുക്ക് ഇനി അടുത്ത വാക്യത്തിലേക്ക് പോകാം. 6:6 മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നത് പോലെ എന്നവരെ പോലെ ദൃഷ്ടി സേവയാൽ അല്ല, ക്രിസ്തുവിന്റെ ദാസന്മാരെ പോലെ ദൈവേഷ്ടം മനസ്സോടെ ചെയ്തും മനുഷ്യരെ അല്ല കർത്താവിനെ അത്രേ പ്രസാദിപ്പിച്ചുകൊണ്ട്, മനുഷ്യരെ അല്ല കർത്താവിനെ തന്നെ പ്രീതിയോടെ സേവിച്ചും കൊണ്ട് അനുസരിപ്പിക്കും. ഞാൻ വായിക്കാം. മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരെ പോലെ ദൃഷ്ടി സേവയാലല്ല, ക്രിസ്തുവിന്റെ ദാസന്മാരെ പോലെ ദൈവേഷ്ടം മനസ്സോടെ ചെയ്തും മനുഷ്യരെ അല്ല കർത്താവിനെ തന്നെ പ്രീതിയോടെ സേവിച്ചും കൊണ്ട് അനുസരിപ്പിൻ. പറയുന്ന പൗലോസ് പറയുന്ന നമ്മൾ ശ്രദ്ധയുള്ളവരായിരിക്കണം. എപ്പോഴും നമുക്ക് ശ്രദ്ധയുള്ളവരായിരിക്കണം. നമുക്ക് നമ്മുടെ ജോലി മേഖലകളിലൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നതാണ്. ബോസ് കൂടെ ഉള്ളപ്പോൾ നമ്മൾ നല്ലോണം പണി ചെയ്യും. ബോസ് നമ്മുടെ ഇല്ലാത്തപ്പം നല്ലോണം പണി ചെയ്യത്തില്ല. നൈറ്റ് ഷിഫ്റ്റും ഡേ ഷിഫ്റ്റും ഒക്കെ ചെയ്യുമ്പം മാനേജേഴ്സൊക്കെ ഉള്ള സമയത്ത് ഡേ ഷിഫ്റ്റിലൊക്കെ നല്ലോണം പണി ചെയ്തു. നൈറ്റ് ഷിഫ്റ്റ് വരുമ്പം പണി ചെയ്യത്തില്ല. അങ്ങനെയല്ല. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന സ്ഥലത്ത് കണ്ടാലും കണ്ടില്ലേലും നമ്മളെ കാണുന്ന ഒരു ദൈവമുണ്ട് എന്ന രീതിയിലായിരിക്കണം നാം ആയിരിക്കേണ്ടത്. അഗ്നിജാലയ്ക്കത്ത് കണ്ണുള്ള ഒരു ദൈവത്തിന്റെ സന്നിധിയിലാണ് നാം ആയിരിക്കുന്നത്. നാം ദൈവ മക്കളാണ്. മറ്റുള്ളവർ എന്തെങ്കിലും ചെയ്തോട്ടെ, അത് നമുക്ക് ബാധകമല്ല എന്നല്ല, അത് നമ്മളെയും ബാധിക്കും, അത് ശരിയാണ്. പക്ഷേ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന സ്ഥാനത്ത് നാം വിശ്വസ്തരായിരിക്കണം എന്നാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മുടെ ബോസ് നമ്മെ കണ്ടില്ല എങ്കിൽ തന്നെയും, നമ്മളെ നോക്കുന്നവർ നമ്മെ കണ്ടില്ല എങ്കിൽ തന്നെയും നമ്മെ കാണുന്നൊരു ദൈവമുണ്ട്. നമ്മെ ഏൽപ്പിച്ച അല്പത്തിൽ നാം വിശ്വസ്തരായിരിക്കണം എന്ന് പറയുന്നത്. ഇവിടെ പറഞ്ഞ ക്രിസ്തുവിന്റെ ദാസനെ പോലെ നമ്മൾ തനിച്ചായിരിക്കും, ബോസ് ഉള്ളപ്പോൾ മാത്രമല്ല, തനിച്ചായിരിക്കുമ്പോഴും നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന വേലയിൽ നാം വിശ്വസ്തരായിരിക്കണം. ഇവിടെ പറയുന്നത് നമ്മുടെ ജോലി ഐ സർവീസ് ആയിരിക്കരുത്, മെൻ പ്ലീസേഴ്സ് ആയിരിക്കരുത്. നമ്മുടെ പ്രവൃത്തി ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതായിരിക്കണം. നമുക്കറിയാം, നമ്മുടെ ചുറ്റുപാടുകളെല്ലാം നമുക്കറിയാം. നമ്മുടെ ജോലികളിലൊക്കെ ആണെങ്കിലും ചില ആൾക്കാരുണ്ട് ബോസിനെ പ്രസാദിപ്പിക്കുന്ന രീതിയിൽ ചെയ്യും. മറ്റുള്ളവർക്ക് എന്താ വന്നാലും കുഴപ്പമില്ല, മറ്റുള്ളവരെ കുറ്റം പറഞ്ഞാലും കുഴപ്പമില്ല. ദൈവത്തിന്റെ വചനം നമ്മളോട് അങ്ങനെയല്ല പറയുന്നത്. നാം സത്യത്തിനനുസരിച്ച് വിശ്വസ്തയോടെ നല്ല ഗ്രഹവിചാരന്മാരായി ഇരിക്കണം എന്നാണ് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഓരോ കാര്യങ്ങളും പഠിച്ചു വരുമ്പോൾ നമ്മൾ ഇത് പഠിക്കുന്നത് വരെ നമുക്ക് പ്രശ്നമില്ലായിരുന്നു. പക്ഷെ പഠിച്ചു കഴിയുമ്പോൾ ദൈവം നമ്മോട് ഈ പഠിച്ചതിനൊക്കെ കണക്ക് ചോദിക്കുക. അതുകൊണ്ട് നിങ്ങളാരും വരുന്നതെന്ന് ഞാൻ പറയത്തില്ല, അങ്ങനെയല്ല പറയുന്നത്. നമ്മളെ പഠിച്ച കാര്യങ്ങൾ നമ്മൾ തികവുള്ളവരായി തീരണം. ഇവിടെ ക്രിസ്തുവിന്റെ ദാസനെ പോലെ, ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരെ പോലെ ദൈവേഷ്ടം മനസ്സോടെ ചെയ്തും, നാം എവിടെ ആയിരുന്നാലും ദൈവം നമ്മെ അവിടെ ആക്കി വെച്ചിരിക്കുകയാണ്. അപ്പം നാം ചെയ്യുന്ന ജോലിയിൽ നാം ആത്മാർത്ഥരായിരിക്കണം. നമുക്കറിയാം, നാം എല്ലാവരും ജോലി ചെയ്യുന്നത് വെറുതെ ഒന്നുമല്ല ജോലി ചെയ്യുന്നത്, സാലറി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് 100% ജോലി ചെയ്യുന്നതല്ലേ. അല്ലാതെ വെറുതെ ആർക്കും സോഷ്യൽ സർവീസ് ചെയ്തു കൊടുക്കുന്നവരൊന്നും അല്ല, അല്ലേ? വോളണ്ടറി സർവീസ് ഒന്നും ചെയ്തു കൊടുക്കുന്നവരാരും അല്ല നമ്മൾ. അത്ര മനസ്സുള്ളവരുണ്ടോന്ന് എനിക്കറിയില്ല. പക്ഷെ
പ്രായം കുറെ ആയി കഴിഞ്ഞാൽ ഇവിടെ വോളണ്ടറി സർവീസ് ഒക്കെ ഉണ്ട്. പക്ഷെ അല്ല, നമ്മൾ സാലറിക്ക് വേണ്ടിയാണ് നമ്മൾ 100% നമ്മൾ ജോലി ചെയ്യുന്നത്. പക്ഷെ നമ്മളെ ആ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ദൈവമാണ് നമ്മളെ ആക്കി വച്ചിരിക്കുന്നത് എന്ന ബോധം നമുക്ക് ഉണ്ടായിരിക്കണം. ഞാൻ ചെയ്യുന്ന ജോലി ദൈവഹിത പ്രകാരമാണ് എന്ന് നാം അറിഞ്ഞിരിക്കണം. അങ്ങനെയെങ്കിൽ നാം ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന രീതിയിൽ നമ്മുടെ ജോലി ചെയ്യുവാനായിട്ട് കഴിയും. അത് എത്ര വലുതാണെങ്കിലും എത്ര ചെറിയതായിരുന്നാലും നാം മനുഷ്യർക്ക് വേണ്ടി ജോലി ചെയ്യുമ്പോൾ നാം ദൈവത്തിനു വേണ്ടി ജോലി ചെയ്യുന്നു എന്ന ഒരു ദൈവ തത്വമാണ് അവിടെ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് വചനം ഇങ്ങനെ പറയുന്നത്, നാം മനുഷ്യർക്ക് വേണ്ടി ജോലി ചെയ്യുമ്പോൾ ദൈവത്തിനു വേണ്ടി ജോലി ചെയ്യുന്നവരായി നാം തീരുകയും ദൈവം നമ്മെ എത്ര ബുദ്ധിമുട്ടുള്ള കഠിനമായ ജോലിയിലായിരുന്നാലും അതിൽ കടന്നു പോകുവാനുള്ള കൃപ നമുക്ക് തരികയും ചെയ്യും. ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ദൈവത്തോട് പറയുക. നമുക്കറിയാം നമ്മുടെ ഇവിടുത്തെ ജോലികളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഹെക്ടിക്കാനുള്ള കാര്യങ്ങളാണ് അല്ലേ. നാട്ടിലെ കൂട്ട് കസേരയിൽ ഇരുന്നുള്ള പണിയൊന്നും അല്ല. കസേരയിൽ ഇരിക്കുന്നവരാണേലും ശരിക്കും ബുദ്ധിമുട്ടുള്ള പണികളാണ് നമ്മൾ ചെയ്യുന്നതല്ലേ. നമ്മൾക്ക് കിട്ടുന്ന വേതനത്തിനേക്കാൾ അധികമായിട്ട് നമ്മൾ ജോലി ചെയ്യുന്നവരാണ്. ഭയങ്കര ബുദ്ധിമുട്ടും സ്ട്രെസ്സിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ നാം ദൈവത്തോട് പ്രാർത്ഥിക്കുക, ഈ ബുദ്ധിമുട്ടുള്ള ജോലിയും ചെയ്യുവാനുള്ള കൃപ നമുക്ക് തരണേ എന്ന് പ്രാർത്ഥിക്കുക. അതേ മാത്രമേ ഉള്ളൂ. കാരണം ദൈവത്തിന്റെ കൃപയില്ലാതെ നമുക്കൊന്ന് ചലിക്കുവാൻ പോലും കഴിയുകയില്ല. നമുക്ക് എത്ര കഠിനകരമായ, അത് വീട്ടിലെ ജോലിയാണെങ്കിലും ഏത് ജോലിയാണെങ്കിലും കഠിനകരമായ ജോലിയാണെങ്കിലും ദൈവത്തിന്റെ കൃപ നമുക്കുണ്ടെങ്കിൽ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന സ്ഥാനത്ത് നമുക്ക് വിശ്വസ്തയോടെ ഈസി ആയിട്ട് നമുക്ക് ജോലി ചെയ്യുവാനായിട്ട് കഴിയും. കാരണം നമ്മൾ അറിഞ്ഞിരിക്കണം, നാം എവിടെ ആയിരിക്കുന്ന സ്ഥാനത്ത് ദൈവം നമ്മെ ആക്കി വെച്ചതാണ്. അത് നാം മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ടാണ് പത്രോസ് പറയുന്നത്, ശാന്തന്മാർക്ക് മാത്രമല്ല മൂഢന്മാർക്ക് വരെ കീഴടങ്ങിയിരിക്കുക. മൂഢന്മാരെ നമ്മൾക്ക് ആക്കി വെച്ച്, മൂഢന്മാരുടെ കീഴിൽ നമ്മളെ ആക്കി വെച്ചിരിക്കാൻ, നമ്മളെ ചിലപ്പം ട്രെയിൻ ചെയ്യാനായിരിക്കും ദൈവം അങ്ങനെ ആക്കി വെച്ചിരിക്കുന്നത്. അപ്പം നാം ദൈവത്തിന് കീഴടങ്ങുക. അപ്പം ദൈവത്തിനോട് നമ്മൾ കൂടുതൽ സംസാരിക്കുവാനായിട്ട് ഇടയായി തരണം. നമ്മുടെ ആവശ്യങ്ങളല്ലേ, ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയിക്കാൻ നമുക്ക് കഴിയുന്നവരായി തീരണം. നാം ഭൂമിയിലെ വേലക്കാരായിരിക്കുമ്പോൾ നാം അതുപോലെ തന്നെ സ്വർഗീയ വേലക്കാരാവുകയാണ് ചെയ്യുന്നത്. അപ്പം ഭൂമിയിലെ വേലക്കാരായി, സ്വർഗീയ വേലക്കാരായി നാം ഭൂമിയിൽ ജോലി ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ നാം ഭൂമിയിൽ വേല ചെയ്യുമ്പോൾ നാം ആരാ? സ്വർഗീയ പൗരന്മാരാ. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. നമ്മളെ ദൈവം സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഭൂമിയിൽ വേല ചെയ്യുന്നത്, ഞാൻ സ്വർഗത്തിൽ എൻ്റെ പിതാവിന്റെ വേല ചെയ്യുന്നു എന്നതാണ് പറയുന്നത്. കർത്താവിനെ പ്രീതിയോടെ സേവിക്കുക, ഡൂയിങ് ദ വിൽ ഓഫ് ഗോഡ്. അന്നത്തെ കൾച്ചറില് ഫിസിക്കൽ വർക്ക് എന്ന് പറയുന്നത് അടിമകൾ മാത്രം ചെയ്യുന്ന ഒരു പണിയായിരുന്നു. ആ അടിമകൾ ചെയ്യുന്ന ഫിസിക്കൽ വർക്ക് ഒന്നും ബഹുമാനിക്കപ്പെട്ടിരുന്ന ഒരു ജോലിയായിരുന്നില്ല. ഇന്നത്തെ കാലത്ത് നമുക്കറിയാം, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരെ എത്ര ചെറിയ ജോലി ചെയ്യുന്നവരെയാണെങ്കിലും നമ്മൾ ബഹുമാനിക്കും അല്ലേ. ആ വൈറ്റ് കോളർ ജോബ് മാത്രമല്ല ഇവിടെ റെസ്പെക്ട് ചെയ്യപ്പെടുന്നത്, ഏത് ജോലിയും റെസ്പെക്ട് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷെ അന്നത്തെ അവസ്ഥയിലായിരുന്നില്ല, അങ്ങനെ ആയിരുന്നില്ല. അപ്പൊ അവിടെ പറയുന്ന എല്ലാവരുമാണ്, ദൈവത്തിന്റെ വചനത്തിലൂടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ കൂട്ടുവേലക്കാർ അല്ലേ. നാം ക്രിസ്തുവിന് വേണ്ടി ഈ ഭൂമിയിൽ നാം വേല ചെയ്യുന്നവരാണ്. അപ്പൊ ഓരോ വിശ്വാസിയും കഠിനാധ്വാനി ആയിരിക്കണം, ഹാർഡ് വർക്കർ ആയിരിക്കണം. പൗലോസ് പറയുന്നുണ്ട്, ഞാൻ നട്ടു, അപ്പല്ലോസ് നനച്ചു, ദൈവം അത്രേ വളരുമാർ ആക്കുന്നത്. അപ്പൊ ഓരോ വിശ്വാസിയും അവരെ ഏൽപ്പിച്ചിരിക്കുന്ന സ്ഥലത്ത് ഹാർഡ് വർക്കർ ആയിട്ട് ജോലി ചെയ്യണം, വിശ്വസ്തയോടെ ചെയ്യണം. മുമ്പ് പറഞ്ഞതുപോലെ ബോസിന്റെ റിസോഴ്സസിനെയോ ടൈമിനെയോ നാം കവർന്നെടുക്കുന്നവർ ആയിരിക്കരുത്. പ്രീതിയോടെ സേവിക്കും എന്ന് പറഞ്ഞാൽ പുറമേ അനുസരണം കാണിച്ചിട്ട് അകത്ത് വൈരാഗ്യവും ദേഷ്യവും കർക്കശവും ഒക്കെ ആണെങ്കിൽ അത് പ്രീതിയോടെ സേവിക്കുന്നത് അല്ല. ദൈവത്തെ പ്രീതിയോടെ സേവിച്ചും പുറമേ അനുസരണം കാണിച്ചിട്ട് അകത്ത് എനിക്ക് ദേഷ്യമാണെങ്കിൽ എനിക്ക് പണി ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്ന പോലെയാണല്ലോ അത്. കാരണം നമ്മെ ശോധന ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. എന്നിവിടെ ഞാൻ 139 സംഖ്യാത്തിന് ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു, എൻ്റെ നിരൂപണങ്ങളൊക്കെ ഇന്നും ദൂരത്തുനിന്ന് ഗ്രഹിക്കുന്നു ദൈവവചനം പറയുന്നുണ്ട്. അപ്പം നമ്മളെ ദൈവം കാണുന്നു. അപ്പം പ്രീതിയോടെ സേവിക്കണം, നല്ല മനസ്സോടെ നാം ജോലി ചെയ്യണം, മൂർഖന്മാരായവർക്കും നാം കീഴടങ്ങാം. ഇവിടെ സേവിക്കുക ഇതൊരു സർവീസാണ്, കർത്താവിനോടുള്ള സർവീസാണ്. ഗലാത്യ ലേഖനം 1:10 ഇങ്ങനെ പൗലോസ് പറയുന്നുണ്ട്, ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുകയാണെങ്കിൽ ഞാൻ ക്രിസ്തുവിന് ദാസനായിരിക്കില്ല എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഞാൻ മനുഷ്യരെയോ ദൈവത്തെയോ സന്തോഷിപ്പിക്കുന്നു, അല്ല ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ നോക്കുന്നുവോ?
ഇന്നും ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നു എങ്കിൽ ക്രിസ്തുവിന് ദാസനായിരിക്കില്ല. നമ്മൾ ബോസിനെ പ്രസാദിപ്പിച്ചുകൊണ്ട് ആ ആ ഒരു മാൻ പ്ലീസേഴ്സ് ആയിട്ട് ജോലി ചെയ്യുകയാണെങ്കിൽ നാം ക്രിസ്തുവിന് ദാസന്മാർ ആയിരിക്കേയില്ല. നമ്മൾക്ക് മനുഷ്യരുടെ ദാസന്മാരാണെന്ന് പറയാനാണോ ക്രിസ്തുവിന്റെ ദാസന്മാരെന്ന് പറയാനാണോ ഇഷ്ടം? കൊലോസ്യർ 3:23 ഇങ്ങനെ പറയുന്നു, നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്ക് നല്ല കർത്താവിന് എന്ന പോലെ മനസ്സോടെ ചെയ്യുവിനെന്ന് പറയുന്നു. മനസ്സോടെ പ്രീതിയോടെ ചെയ്യുക, കർത്താവിന് എന്ന പോലെ മനസ്സോടെ ചെയ്യുക എന്ന് പറയുന്നു. പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ പോകാം. 6:8 അടുത്ത 2 വാക്യങ്ങളുടെ നമുക്ക് പഠിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ. ദാസനോ സ്വതന്ത്രനോ ഓരോരുത്തരും ചെയ്യുന്ന നന്മയ്ക്ക് കർത്താവിൽ നിന്ന് പ്രതിഫലം പ്രാപിക്കും എന്ന് അറിയുന്നുവല്ലോ. ദാസനോ സ്വതന്ത്രനോ ഓരോരുത്തരും ചെയ്യുന്ന നന്മയ്ക്ക് കർത്താവിൽ നിന്ന് പ്രതിഫലം. ഞാൻ പറഞ്ഞു, നമ്മൾ ഭൂമിയിൽ വേലക്കാരായിരിക്കുമ്പോൾ സ്വർഗത്തിനും വേലക്കാരായിരിക്കുകയാണ് സ്വർഗീയ ജോലിയും കൂടെ നാം ചെയ്യുന്നത്. നമുക്ക് ഭൂമിയിൽ വേതനം കിട്ടുന്നത് പോലെ തന്നെ നമ്മൾ ഈ ഓരോ വേലയും ഈ ലോകത്തിൽ ചെയ്യുമ്പോൾ എനിക്ക് ജോലിയില്ല, ഞാൻ വീട്ടിലെ പണി ചെയ്യുന്നത് മാത്രമല്ല, ആ വീട്ടിലെ പണി ചെയ്യുന്നവർക്കും നാം മനസ്സോടെ വിശ്വസ്തയോടെ ചെയ്യുമ്പോൾ ദൈവത്തിന്റെ പക്കൽ പ്രതിഫലമുണ്ട് എന്നാണ് ദൈവം ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നാം ജോലി ഇല്ലാത്തവരാ, എനിക്ക് ജോലിയില്ല അതുകൊണ്ട് അങ്ങനെയല്ല പറയുന്നത്. നാം എവിടെ ആയിരുന്നാലും നമ്മൾ ജോലി ചെയ്യുമ്പോൾ അത് നമുക്ക് ഇവിടെ വേതനം കിട്ടുന്നത് പോലെ തന്നെ സ്വർഗത്തിലും ദൈവത്തിന്റെ പക്കൽ നമുക്കൊരു പ്രതിഫലമുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം ഈ അറിവ് നമ്മെ ദൈവത്തിന്റെ വിശ്വസ്തയോടെ നല്ല ഗൃഹവിചാരകന്മാരായി ജോലി ചെയ്യുവാൻ നമ്മൾക്കുള്ള പ്രോത്സാഹനം അല്ലേ. നമ്മൾ ആയിരിക്കുന്ന സ്ഥലത്ത് നമ്മൾ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ അത് ആത്മാർത്ഥതയോടെ വിശ്വസ്തയോടെ നാം ചെയ്യേണ്ട രീതിയിൽ നാം ജോലി ചെയ്യുമ്പോൾ സാരമില്ല, ഈ ലോകത്തിലെ യജമാനന്മാർ എന്നെ വഴക്കു പറഞ്ഞാലും എൻ്റെ ദൈവം കാണുന്നുണ്ടല്ലോ, ദൈവത്തിന്റെ പക്കൽ പ്രതിഫലമുണ്ട് എന്നുള്ള ചിന്ത നമ്മളെ വിശ്വസ്തയോടെ വേല ചെയ്യുവാൻ ഇടയാക്കും. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്? അപ്പൊ ആ ഒരു രീതിയിലായിരിക്കണം നമ്മുടെ ജോലിയല്ല. അപ്പം നമ്മൾ പറയും ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്ന, പഴയതെല്ലാം കഴിഞ്ഞുപോയി. ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള പോലെ നാം ജോലി ചെയ്തു. നമ്മോട് കൂടെ ചെയ്യുന്ന വിശ്വസ്തരായി ജോലി ചെയ്യുന്നവരായിരിക്കില്ല. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞതുപോലെ നാട്ടിലെ ഗവൺമെന്റ് ഓഫീസിലൊക്കെ ജോലി ചെയ്യുന്നവര് 100 പേരുണ്ടെങ്കിൽ 95 പേരും തോന്നുമായിട്ട് സമയമുള്ളപ്പം വരും, രാവിലെ സൈൻ ചെയ്തിട്ട് പോകും, വൈകിട്ടും ആവശ്യമുള്ള സമയത്ത് വരും എന്നല്ല ഉള്ളൂ. പക്ഷെ നമ്മളൊരു ക്രിസ്തുവിൽ ഒരുവൻ ആയിക്കഴിഞ്ഞാൽ നമ്മൾ പഴയതുപോലെ ആയില്ല. നമ്മുടെ സ്വഭാവത്തിൽ വ്യത്യാസം വരണം. അതുപോലെ തന്നെ നമ്മുടെ ജോലിയിടങ്ങളിലും വ്യത്യാസം വേണം. എല്ലാത്തിലും പഴയതെല്ലാം കഴിഞ്ഞു പോയി. ആകയാൽ നമ്മുടെ പ്രവൃത്തി നാം ആയിരിക്കുന്ന എല്ലാ മേഖലകളിലും അത് സത്യസന്ധമായിരിക്കണം. സത്യസന്ധതയോടും വിശ്വസ്തയോടും കൂടെ ആത്മാർത്ഥമായി നാം ജോലി ചെയ്യുന്നവരായിരിക്കണം. ക്രിസ്തുവിലാകുമ്പോൾ, പുതിയ സൃഷ്ടിയാകുമ്പോൾ ഒരു ഹാർഡ് വർക്കേഴ്സ് ആകുന്നു, അലസന്മാരാകുന്നില്ല. അവർ അനുഗ്രഹിക്കപ്പെടുമെന്ന് മാത്രമല്ല, അവരുടെ ആ ജോലി സ്ഥലങ്ങളും അനുഗ്രഹിക്കപ്പെടുവാനായിട്ട് ഇടയായിത്തരും. നമുക്കറിയാം നന്മയ്ക്ക് പ്രതിഫലം കർത്താവ് തരുമെന്ന് പറയുന്നുണ്ട്. അപ്പം തിന്മയ്ക്കും പ്രതിഫലമുണ്ട്. നാം ആയിരിക്കുന്ന സ്ഥാനത്ത്, ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്ന സ്ഥാനത്ത് നാം വിശ്വസ്തയോടെ ജോലി ചെയ്തില്ല എങ്കിൽ ഈ ലോകത്തിൽ നമുക്ക് പ്രതിഫലം കിട്ടുമായിരിക്കാം. പക്ഷെ നമ്മുടെ വരുവാനുള്ള ലോകത്തിൽ കർത്താവിൻ്റെ തക്കന്ന് തിന്മയ്ക്കും പ്രതിഫലമുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. നാം ആയിരിക്കുന്ന സ്ഥാനത്ത് നാം വിശ്വസ്തയോടെ ചെയ്തില്ലെങ്കിൽ ദൈവം നമ്മെ ബാലശിക്ഷയിലൂടെ കടത്തിവിടും. അത് നാം മറന്നു പോകരുത്. നമ്മുടെ ഓരോ വാക്കിനെയും പ്രവൃത്തിയെയും ശോധന ചെയ്യുന്ന ദൈവത്തിന്റെ സന്നിധിയിലാണ്. നമ്മുടെ ഈ ലോകത്തിൽ നമുക്കൊരു ബോസുണ്ട്, നമുക്കൊരു മാതാപിതാക്കൾ ഉണ്ട് എന്നതിലധികമായി നമ്മൾ സ്വർഗീയ പിതാവിന്റെ മക്കളാണ്. നമ്മെ ആക്കി വെച്ചിരിക്കുന്ന സ്ഥാനത്ത് നമ്മെ കാണുന്നൊരു ദൈവമുണ്ട്. നമ്മെ ആ ദൈവമാണ് അവിടെ ആക്കി വെച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ പക്കൽ മുഖവശമല്ല. ദൈവം പറഞ്ഞു അങ്ങനെ നന്മയ്ക്ക് പ്രതിഫലമുണ്ടെങ്കിൽ തിന്മയ്ക്കും പ്രതിഫലം ഉണ്ട്. നമ്മൾ പറയുമായിരിക്കും, ഞാൻ ദൈവത്തെ അനുസരിക്കുന്നുണ്ട്, ഞാൻ ദൈവവചനം പഠിക്കുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്, എല്ലാം അനുസരിക്കുന്നു. പക്ഷേ നമ്മുടെ ജോലി മേഖലകളിൽ നാം അനുസരിക്കുന്നുണ്ടോ? അത് നാം നമ്മോട് തന്നെ ചോദിക്കേണ്ടതാണ്. ദൈവവചനം അനുസരിക്കുക എന്ന് പറയുന്നത് നാം ആയിരിക്കുന്ന ഏതവസ്ഥയിലും ദൈവത്തെ അനുസരിക്കുക എന്നുള്ളത് ദൈവവചനത്തിന്റെ കൽപ്പനയാണ്. കാരണം ഒരു മനുഷ്യൻ ക്രിസ്തുവിലായാലും പുതിയ സൃഷ്ടിയാകുന്നു എന്ന് പറയുമ്പോൾ നാം പുതിയ സൃഷ്ടിയുടെ പ്രവൃത്തി കാണിക്കുന്നില്ല എങ്കിൽ നാം ദൈവവചനം അനുസരിക്കുന്നില്ല അല്ലേ. നാം പഠിച്ചത് നാം പ്രയോജനമില്ലാതായി തീരുകയാണ് ചെയ്യുന്നത്. പൗലോസ് പറഞ്ഞതുപോലെ നിങ്ങൾ ഇത്രയും പഠിച്ച സമയം നോക്കിയാൽ ഉപദേഷ്ടാക്കന്മാരാകുന്ന
കാലം കഴിഞ്ഞെന്ന് പറയുന്നത് പോലെ ഉപദേഷ്ടാക്കന്മാരാകേണ്ട കാലം കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോഴും നമ്മൾ ആ പാല് കുടിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. നമ്മൾ അനുസരണം കാണിക്കുന്നില്ല എന്നതാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ഇനി അടുത്ത വാക്യത്തിലേക്ക് പോകാം. 6:9. യജമാനന്മാരെ, അവരുടെയും നിങ്ങളുടെയും യജമാനൻ സ്വർഗത്തിലുണ്ടെന്നും അവന്റെ പക്കൽ മുഖപക്ഷ ഇല്ല എന്നും അറിഞ്ഞുകൊണ്ട് അങ്ങനെ തന്നെ അവരോട് പെരുമാറുകയും ഭീഷണി വാക്ക് ഒഴിവാക്കുകയും ചെയ്യും. അവൻ ദാസന്മാർക്ക് മാത്രമല്ല പ്രശ്നം, യജമാനന്മാർക്കും ഉണ്ട് അല്ലേ? ആ യജമാനന്മാരും ദാസന്മാരും ഒരുപോലെ ആ ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടതാണ്. ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട ഒരു യജമാനൻ തങ്ങളുടെ കീഴിൽ ജോലി ചെയ്യുന്നവരെ ദൈവത്തിന്റെ ദാസന്മാരെ പോലെ ആ ക്രിസ്തുവിനെ ബഹുമാനിക്കുന്നത് പോലെ തന്നെ അവരെയും ബഹുമാനിക്കേണ്ടത് ആവശ്യമാണ്. വചനം നമ്മെ പഠിപ്പിക്കുന്ന ദാസനും യജമാനും ഒരുപോലെ ഉത്തരവാദിത്തമുണ്ട്. അത് യജമാനാണെങ്കിലും ദാസനാണെങ്കിലും കർത്താവിനെന്ന പോലെ ചെയ്യുക എന്നാണ് പറയുന്നത്. ഇവിടെ പറയുന്നു, അവർ രണ്ടുപേരുടെ യജമാനൻ സ്വർഗത്തിലുണ്ട്, അത് ദൈവമാണ് എന്നറിഞ്ഞ്, സ്വർഗത്തിലെ ദൈവമാണെന്നറിഞ്ഞ് അവരോട് പെരുമാറുകയും ഭീഷണി വാക്ക് ഒഴിവാക്കുകയും ചെയ്യുക. ദൈവത്തിന്റെ പക്കൽ മുഖപക്ഷമില്ല. ദാസനാണോ യജമാനനാണോ എന്ന് ദൈവത്തിന് ഒരു വ്യത്യാസവുമില്ല, ഒരു വിഷയവുമേ അല്ല. നാം ദൈവ പൈതലാണോ എന്നതാണ് ദൈവത്തിന് വിഷയം. നമ്മളെ ബോസായിരിക്കാം ചിലവര് ബോസിന്റെ അണ്ടറിൽ ജോലി ചെയ്യുന്നവരായിരിക്കാം. പക്ഷെ കർത്താവിനൊന്നും വിഷയമല്ല. ആ ചെറിയ ജോലിയാണെങ്കിലും വലിയ ജോലിയാണ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്, നാം വിശ്വസ്തയോടെ ചെയ്യുക എന്നാണ്. അപ്പൊ യജമാനന്മാർ നീതിയുള്ളവരായിരിക്കണം, കർക്കശ സ്വഭാവമുള്ളവരായിരിക്കരുത്, ഭീഷണി വാക്ക് ഒഴിവാക്കണം അല്ലെ? ദയുള്ളവരും ആത്മാർത്ഥമുള്ളവരും ആയിരിക്കണം. ശകാരിക്കുന്നതും ഭീഷണിപ്പെടുത്തുന്നതുമായ ഒരു വാക്കുകളും അവരിൽ നിന്നും ഉണ്ടാകുവാനായിട്ട് കഴിയുകയില്ല. ഭൂമിയിലെ വ്യത്യാസങ്ങൾ സ്വർഗത്തിലില്ല എങ്കിലും നാം സ്വർഗത്തിലെ ദൈവമാണ് നമ്മളെ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ദാസനും യജമാനും അവരെ ഏൽപ്പിച്ചിരിക്കുന്ന സ്ഥലത്ത് വിശ്വസ്തയോടെ ആയിരിക്കണം. കാരണം നമ്മുടെയൊക്കെയും എല്ലാവരുടെ യജമാനൻ സ്വർഗീയ പിതാവാണ്. അപ്പം നമ്മളെ ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കണം. കൊലോസ്യ ലേഖനം 3:25 അന്യായം ചെയ്യുന്നവൻ താൻ ചെയ്ത അന്യായത്തിന് ഒത്തത് പ്രാപിക്കും, മുഖപക്ഷമില്ല. അത് ദൈവത്തെ അറിയുന്നവരോടാ ഈ പറയുന്നത്. 1 പത്രോസ് 1:17 ഇങ്ങനെ പറയുന്നു, മുഖപക്ഷം കൂടാതെ ഓരോരുത്തന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവരെ നിങ്ങൾ പിതാവ് എന്ന് വിളിക്കുന്നു എങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പിൻ. ഒന്നുകൂടെ ഞാനത് വായിക്കാം. 1 പത്രോസ് 1:17 മുഖപക്ഷം കൂടാതെ ഓരോരുത്തന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നു എങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പിൻ. റോമർ 2:11 പറയുന്നു, ദൈവത്തിന്റെ പക്കൽ മുഖപക്ഷമില്ല എന്ന് പറയുന്നു. അപ്പൊ ആത്മാവ് നിറഞ്ഞ ഓരോ വിശ്വാസിയും ഓരോ ദൈവ പൈതലും അവരെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന സ്ഥാനത്ത് വിശ്വസ്തയോടെ നല്ല ഗൃഹവിചാരകന്മാരായി സേവ ചെയ്യണം. അത് ആത്മാർത്ഥതയോടെ ആയിരിക്കണം, അത് സത്യസന്ധതയോടെ ആയിരിക്കണം. ഭാര്യ ഭർത്താവ് കുടുംബത്തിൽ ക്രിസ്തുവിന്റെ കീഴ്പ്പെട്ടിരിക്കണം. അവരുടെ ഉത്തരവാദിത്വം ദൈവം അവര് ചെയ്യണം. അത് ദൈവത്തിനെ അനുസരിക്കുന്നത് പോലെയാണ് കുടുംബത്തിൽ. അതുപോലെ തന്നെ മാതാപിതാക്കൾ മക്കളെ അനുസരണം പഠിപ്പിക്കണം. മക്കൾ മാതാപിതാക്കളെ അനുസരിക്കണം. അത് ഏത് പ്രായത്തിലാണെങ്കിലും നമ്മുടെ മാതാപിതാക്കൾ പ്രായമായവരാണെങ്കിലും അവരെ അനുസരിക്കുക, അവർക്ക് ആവശ്യമുള്ളത് ചെയ്തു കൊടുക്കുക എന്നുള്ളത് മക്കളുടെ ഉത്തരവാദിത്തമാണ്. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യലേഖനത്തിൽ പറയുന്നുണ്ട്, മക്കൾ അമ്മയപ്പന്മാർക്ക് വേണ്ടിയല്ല, അമ്മയപ്പന്മാർ മക്കൾക്ക് വേണ്ടി അത്രേ ചരിതിക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ കുടുംബം കഴിഞ്ഞിട്ട് നമ്മൾ ജോലി മേഖലകളിലേക്ക് വരുമ്പോഴും അവിടെയും അത് തന്നെയാണ്. നാം വിശ്വസ്തരായിരിക്കണം. കർത്താവിനെന്ന പോലെ ദൈവേഷ്ടം പ്രീതിയോടെ ചെയ്ത് മനുഷ്യരെയല്ല ദൈവത്തെ തന്നെ പ്രസാദിപ്പിച്ചുകൊണ്ട് നാം ചെയ്യണം. അത് ദാസനാണേലും ദാസനാണേലും യജമാനാണേലും നാം ദൈവത്തിന് വിഷയമല്ല. നാം എല്ലാവരും ദൈവത്തിന്റെ മക്കളാണ്. ഒരുത്തൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാകുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന് മാറ്റം വരുന്നത് പോലെ തന്നെ നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥകളിലും
സ്ഥാനങ്ങളിലും നമുക്ക് മാറ്റം വരണം. നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന എല്ലാ സ്ഥാനങ്ങളിലും നാം വിശ്വസ്തരായിരിക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. വിശ്വസ്തന്മാരിൽ ഗൃഹവിചാരന്മാരിൽ ആഗ്രഹിക്കുന്നതോ അവർ വിശ്വസ്തരായിരിക്കണം എന്ന് തന്നെ. അപ്പൊ സത്യസന്ധമായി ആത്മാർത്ഥതയോടെ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന സ്ഥാനത്ത് നമ്മൾ ഈ ലോകത്തിൽ വേല ചെയ്യുമ്പോൾ സ്വർഗീയ പിതാവിന് വേല ചെയ്യുന്നവരായി തീരുന്ന ദൈവം നമ്മെ കാണുന്നുണ്ട്. നാം സ്വർഗത്തിലും ഇതിന് നമുക്ക് പ്രതിഫലം കിട്ടും എന്നറിഞ്ഞുകൊണ്ട് നാം വിശ്വസ്തയോടെ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ നാം ജോലി ചെയ്യുക. ജോലി ചെയ്യുന്നത് തന്നെയല്ല, വീട്ടിലും നമ്മളുടെ ഉത്തരവാദിത്വം നാം വിശ്വസ്തയോടെ ചെയ്യുക. നമ്മെ ആക്കിയിരിക്കുന്ന ഏത് സ്ഥാനങ്ങളിലാണേലും അല്പത്തിൽ വിശ്വസ്തരായി, ഏൽപ്പിച്ച അല്പത്തിൽ വിശ്വസ്തരായി നാം നല്ല ഗൃഹവിചാരന്മാരായി, നല്ല ദൈവമക്കളായി, ദൈവ പൈതങ്ങളായി ജീവിപ്പാൻ ദൈവം നമ്മെ യുവജനങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം.